എല്ലാവർക്കും നമസ്കാരം. സംഘിച്ചാപ്പ ഏറ്റുവാങ്ങാനുള്ള ഈ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രിയ മിത്രങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ കൃസംഖികളും എല്ലാവർക്കും ഒരിക്കൽ കൂടി ധ്വജപ്രണാമം. നമ്മളുടെ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം വീണ്ടും ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ തന്നെയാണ് താരം. അത് വീണ്ടും ചർച്ചയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും ഒരു ലൈവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിനിമ എനിക്ക് തോന്നുന്നു 2 തവണ ഞാൻ കണ്ടു കഴിഞ്ഞു. ആദ്യം ഇത് കണ്ട സമയത്ത്, ഇതിൻ്റെ ഇറങ്ങിയ സമയത്ത് കണ്ടതാണ്. പിന്നെ ഇപ്പോൾ വീണ്ടും ഇതുപോലെ OTT പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ വീണ്ടും കണ്ടു. കാരണം നമ്മളെ വിധി അതാണല്ലോ, ഇത് കണ്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് പറയാനുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. മുന്നേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ കേട്ടിട്ട് ആവർത്തന വിരസത തോന്നുന്ന ആളുകൾ എന്നോട് ക്ഷമിക്കുക. കാരണം ഈ വിഷയത്തിൻ്റെ പേരിൽ ഉള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളതും ആവർത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പോംവഴി. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡൊണേഷൻസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ വിഷയം ഇതാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 4ാമത്തെ വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. 1ാമത്തെ വീഡിയോ ഏറ്റവും ഒടുവിൽ ചെയ്തത് ഇതാണ്, ഒരു അൺപോപ്പുലർ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്ന രീതിയിൽ ഇത് നിർബന്ധമായിട്ട് കാണേണ്ട സിനിമ ആണ് എന്ന് തന്നെയാണ് ഞാനന്ന് പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ട് എന്നുള്ളത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യോജിക്കാനുള്ള ആളുകൾക്ക് യോജിക്കാം, വിയോജിക്കാനുള്ള ആളുകൾക്ക് വിയോജിക്കാം. പക്ഷേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലേതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാൽ അത് സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം. അതല്ലാതെ ഈ സിനിമ കാണാനേ പാടില്ല, അത് മോശമാണ്, അതിനകത്ത് മലയാളം ആക്സൻറ്റ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ കേരളത്തെ കാണിച്ചത് തെറ്റിപ്പോയി എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സിനിമ കാണരുത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഗാലറിയിൽ ഇരുന്നിട്ട് സച്ചിൻ തെണ്ടുൽക്കറിനെ കൊണ്ട് 6 അടിപ്പിക്കുന്ന പോലെ ഇരിക്കും. അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. ഒരു സംവിധായകൻ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു സിനിമ വെക്കും. ഇപ്പോൾ ആടുജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു, നോവലിൽ ഉള്ളതുപോലെ ആയില്ല, നജീബിൻ്റെ ജീവിതമേ അല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് പോലെ ഒരു സിനിമ രൂപത്തിലേക്ക് അത് വരുമ്പോൾ, അത് ഡോക്യുമെൻ്ററി അല്ല എന്നിരിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റേതായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ, അതുപോലെ മുഴച്ചു നിൽക്കലുകൾ, അതുപോലെയുള്ള എല്ലാ സംഗതികളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഗുണങ്ങളും ഒക്കെ അതിനകത്ത് കാണാൻ കഴിയും. അത് ഈ സിനിമയ്ക്കുണ്ട്. അതുകൂടാതെ ഇത് ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടതാണ്, കേരള സ്റ്റോറി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഇതിൻ്റെ അവസാനം നമുക്കത് ഇവിടെ ലിങ്ക് ചെയ്യാം. പിന്നെ അതുകൂടാതെ നമ്മൾ ധ്രുവരാട്ടി ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യം പറഞ്ഞു വെച്ചപ്പോൾ അതൊരു ടിപ്പിക്കൽ ലിബറൽ എന്ന് പറയുന്ന ഒരു ആളുകൾ, കപട ലിബറലുകൾ എന്ന് പറയാവുന്ന തരത്തിൽ ഈ വീഡിയോയെ അല്ലെങ്കിൽ ഈ സിനിമയെ അവിടെ നിരൂപണം ചെയ്യുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചും നമുക്ക് പറയാനുള്ളൊരു വിയോജിപ്പ് അവിടെ പറഞ്ഞിരുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് കുഴപ്പം, ഇസ്ലാം അല്ല എന്ന ആ ഒരു നറേറ്റീവ് അത് വീണ്ടും ആവർത്തിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നു ഇവിടെ ധ്രുവരാട്ടി. ഇവിടെ നമ്മളുടെ കേരള സ്റ്റോറിയിൽ അതിലെ പ്രധാന കഥാപാത്രം വന്ന് പറയുന്ന ഒരു കാഴ്ച, അതായത് വന്ന് എത്തിപ്പെട്ടത് തെറ്റായിപ്പോയി, എനിക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം എന്ന് പറയുന്ന സംഗതി, അതിൽ ഒരു കുറ്റബോധം അതല്ലെങ്കിൽ ഒരു റിമോഴ്സ് കണ്ടപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണോ വേണ്ടേ, അത് ശരിയാണോ അല്ലേ, അത് അങ്ങനെ ഒരു ചോദ്യം വെച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ വീഡിയോയിൽ ധ്രുവരാട്ടി പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നൊരു സംഗതി. അത് അവിടെ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇസ്ലാമിന് പ്രശ്നമൊന്നുമില്ല, ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് വളച്ചൊടിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പെടുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളൊരു സംഗതി. നമ്മളെപ്പോഴും പറയുന്നത് തിരിച്ചാണ്, ഇസ്ലാമാണ് പ്രശ്നം, വ്യക്തികൾ അതിൻ്റെ ഇരകളാകുന്നതാണ്, അവരെയാണ് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ അതിന് നേർ വിപരീതമായ സംഗതിയാണ് അന്ന് ധ്രുവരാട്ടി അവിടെ ചെയ്തു വെച്ചത്. ഇതാണ് വീഡിയോകൾ. ഇനിയിപ്പോൾ നമ്മളിന്ന് 4ാമത്തെ വീഡിയോ ചെയ്യുന്നു. അത് ഇവിടെ പ്രധാനമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്, കേരള സ്റ്റോറി എന്ന് പറയുന്ന പേരിൽ കേരള എന്ന വാക്ക് വന്നപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ആളുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരള എന്നുള്ള പേരങ്ങ് മാറ്റിയിട്ട് ദ മുസ്ലിം സ്റ്റോറി എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ആ മുസ്ലിം എന്ന് പറയുമ്പോൾ ഏത് മുസ്ലിം? അതിൽ പലതരം മുസ്ലിങ്ങളുണ്ടല്ലോ. നമ്മൾ സാധാരണ പറയാറുള്ളത് തീവ്രവാദ മുസ്ലിമുണ്ട്,
ഇവിടുത്തെ ഇസ്ലാം എന്താണ് എന്ന് അറിയാത്ത നമ്മൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ ബാഹുബലി 2 ഒക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഇല്ല ബാഹുബലി 1 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അഴകുഴമ്പൻ മുസ്ലിങ്ങൾ അതിവിടെ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറേശ്ശെ പഠിച്ച് വരികയാണ്, അതായത് സലഫി ദഅവ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതിൽ ഏത് മുസ്ലിമാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ തീരുമാനിക്കുക, അതോടൊപ്പം ഈ സിനിമ കാണുന്ന ആളുകളും തീരുമാനിക്കുക. നമ്മളെ സമൂഹത്തിൽ ഈ 3 കാറ്റഗറി ആളുകൾ ഒരു സ്പെക്ട്രമായിട്ട് നിങ്ങൾക്ക് കാണാം. തീവ്രവാദം അതും ഇസ്ലാമിൻ്റെ ഭാഗമാണ്, ഇസ്ലാം അറിയാതെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അതും ഇസ്ലാമിൻ്റെ ഭാഗമൊന്നുമല്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് യഥാർത്ഥ മുസ്ലിങ്ങളാക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിലുണ്ട്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മളുടെ ഇവിടുത്തെ ദിയോബന്ദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന മുസ്ലിങ്ങൾ മുതൽ തീവ്രവാദികൾ വരെയുള്ള ആളുകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, പിന്നോട്ട് പോയ ആളുകളുണ്ട്, പിന്നെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വേറെ കൂട്ടം ആളുകളുണ്ട്. ഇതിലേത് മുസ്ലിമാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, മുസ്ലിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ഏതായാലും ഇവിടെ പറയുന്നത് ഇത് മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിൻ്റെ തന്നെ ഒരു കഥയാണ്. ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ അവസാനം പറയാം. ഇനി ഇതിലേക്ക് കടക്കുമ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ ആരോപണമായിട്ട് മുന്നോട്ട് വെക്കുന്നത് 32,000 എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഇതിൻ്റെ പ്രശ്നം. അത് എനിക്ക് തോന്നുന്നു ഈ സിനിമ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയത്തിൽ നിന്നും അതിനെ റാഞ്ചി കൊണ്ടുപോയി, അല്ലെങ്കിൽ അതിൽ നിന്നും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാനേ പാടില്ല, ഇത് മൊത്തത്തിൽ ഇതിനെ റദ്ദാക്കാനുള്ള ഒരു വഴിയിലേക്ക് ഈ സിനിമയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് വഴി വെച്ചത് ഈ ഒരൊറ്റ നമ്പറാണ്, 32,000 എന്ന് പറയുന്ന നമ്പർ. ബാക്കിയൊക്കെ നമുക്ക് ഇതിനകത്ത് കോറിലേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റും, പക്ഷേ ഇത് നമുക്കൊരു തരത്തിലും എടുക്കാൻ കഴിയില്ല. ഇനി എങ്ങാനും നമ്മൾ പറയാണ് ഓക്കെ ഇതുപോലെ ഒരുപാട് ആളുകൾ ആ ജിഹാദി മേഖലയിൽ എത്തിപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെ ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ആള് ഇതിൻ്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ടാവും, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു ഫാക്ച്വൽ ആയിട്ടുള്ളൊരു എററായിട്ട് പുള്ളിക്ക് തന്നെ തോന്നുകയും അത് ഡിലീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. മാത്രമല്ല അതിന് സ്ഥാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സോ തെളിവുകളോ മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് ആയില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നത് 32,000 തെറ്റ് എന്ന് നമ്മൾ സമ്മതിക്കുന്നു, തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ നമ്മൾ വിലക്കെടുക്കുന്നു, അല്ലെങ്കിൽ അവരെ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നു. അപ്പോൾ നമ്മൾ ചോദ്യം 0 എന്ന് നിങ്ങൾക്ക് അറിയാലോ, 32,000 അല്ല എന്നും നിങ്ങൾക്കറിയാം. എന്നാൽ കറക്റ്റ് നമ്പർ ഇങ്ങ് പറഞ്ഞോ, ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്. അത് നിങ്ങൾ പറഞ്ഞോളൂ, എന്നാൽ പിന്നെ പണി എളുപ്പമായല്ലോ, എന്നാൽ പിന്നെ നമുക്ക് വെറുതെ ഇത് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. 0 എന്ന് നിങ്ങൾക്കറിയാം, 32,000 അല്ല എന്ന് നിങ്ങൾക്ക് അറിയുന്ന സ്ഥിതിക്ക് എത്രയാണ് ആ കറക്റ്റ് നമ്പർ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് ബാക്കി കാര്യങ്ങൾ നടത്താമായിരുന്നു. അത് ഇതുവരെ കാക്കാമാരോ അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകളോ അതല്ലെങ്കിൽ മറ്റാരും തന്നെ ഇത് പറയുന്നില്ല. അണിയറ പ്രവർത്തകരെ നമ്മൾ വിട്ടു, കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്നത് അവിടെ അവർ തന്നെ സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ മെനക്കെട്ടുമില്ല. അപ്പോൾ അത് ഒന്ന് ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. കറക്റ്റ് നമ്പർ എത്രയെന്നുള്ളതൊന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ അത് സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് കാണണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം ഇതിനകത്ത് ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള പല ചിത്രീകരണങ്ങൾ, അതിൻ്റെ സ്വഭാവം, അതൊക്കെയാണ് പിന്നെ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അതിലേക്ക് വരുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ പ്രൊപ്പഗൻഡ എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ വരുന്നത്. ഇതൊരു പ്രൊപ്പഗൻഡ മൂവിയാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രൊപ്പഗൻഡ മൂവി എന്ന് പറയുന്ന ഒരുപാട് മൂവീസ് ഉണ്ട്, അതിൽപ്പെടുന്നൊരു മൂവിയാണെന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കുക പ്രൊപ്പഗൻഡ മൂവി കാണണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് BJP-ക്കാർ ഇവിടെ മുതലെടുക്കുന്നു. ഇതാണല്ലോ ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് BJP-ക്കാർ ഇതിനകത്ത് മുതലെടുക്കുന്ന ഇതിനകത്തെ എലമെൻ്റ് എന്താണ്? ഇതിലെ എലമെൻ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദം, അതുപോലെ മറ്റ് ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയങ്ങൾ, അങ്ങനെയുള്ള പല പല സംഗതികളാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഏത് വിഷയവും BJP-ക്കാരത് ഉപയോഗിക്കുന്നു, BJP-ക്കാരത് ഇങ്ങനെ പൊളിറ്റിക്കൽ ഒരു ഗെയിനിന് വേണ്ടി ഉപയോഗിക്കുന്നു, BJP-ക്കാരുടെ ഒരു ആയുധമാക്കി മാറ്റുന്നു. ഇപ്പോൾ ഏത് വിഷയം എടുത്താലും, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല്, അതും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സിനിമ ആയാലും ഇനി കശ്മീർ ഫയൽസ് ആയാലും ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ ആരോപണം അതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എപ്പോഴാണ് BJP-ക്കാർക്ക് ഇതെല്ലാം ഒരു ആയുധമാക്കാൻ കഴിയുന്നത്? ഒരു വിഷയത്തിന് മുന്നിലാണ്. അത് വേറെ ആരും അത് അഡ്രസ്സ് ചെയ്യുന്നില്ല.
വേറെ ആരും അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നിടത്താണ് BJPയുടെ വക്താക്കൾ, സംഘപരിവാർ വക്താക്കൾ, അല്ലെങ്കിൽ ദേശസ്നേഹികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ, അത് ആര് തന്നെ ആയിക്കോട്ടെ, അവരതിൻ്റെ വക്താക്കളായിട്ട് ചമയുന്നു. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ ഇന്ത്യയിൽ മാത്രം നടക്കുന്നതാണ് എന്ന് അല്ല. ഞാൻ അതിൻ്റെ ട്രെയിലർ ഇതിൻ്റെ അവസാനം കാണിക്കാം. കാരണം ഇത് കാണിച്ചിട്ട് ദയവായിട്ടത് കാണിക്കല്ലേ എന്ന് ഇൻബോക്സിൽ വന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെന്നോട് ക്ഷമിക്കുക, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് കേരള സ്റ്റോറി കാണുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ വേറെ ചില സ്റ്റോറികളുണ്ട്, അത് നിങ്ങൾക്ക് കാണാലോ. എന്നിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാലോ. അതിനുള്ള വഴികളൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പ്രൊപ്പഗൻഡ ആണ് എന്ന് പറയുന്ന ഈ സിനിമയിലെ ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിലെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനകത്ത് എടുക്കാൻ പറ്റുന്ന സാധനം ഇനി ഒരു 50% ഉണ്ടെന്ന് കൂട്ടിയാലും ആ 50% അത് കൂട്ടി വെച്ചുകൊണ്ട്, അത് കാണിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഗെയിൻ നടത്തുന്ന ആളുകൾ അത് ഇന്ത്യയിലുണ്ട്, അത് യൂറോപ്പിലുണ്ട്, അത് അമേരിക്കയിലുണ്ട്, അത് ഇന്ന് ചന്ദ്രനിൽ വരെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അവിടെ ചൊവ്വയിലും ഉണ്ട് എന്ന് അറിയുന്നു. കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് പറയുന്നതായിട്ട് കേട്ടു, ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ബാങ്ക് വിളി കേട്ടു എന്നൊക്കെ. അപ്പോൾ ഇതെവിടെ പോയാലും ഉണ്ട് എന്നതാണ് പ്രശ്നം. എവിടെ നോക്കിയാലും ഇസ്ലാമിക തീവ്രവാദം, അതിലേക്ക് ആളുകൾ പോകുന്നത്, പോയ ആളുകൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിലവിളിക്കുന്നത്, അവിടെ പോയിട്ട് പൊട്ടിത്തെറിക്കുന്നത്, അങ്ങനെ പള്ളയ്ക്ക് കത്തി കയറ്റേണ്ടി വരുന്നത്, അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ, ലോകത്ത് എല്ലായിടത്തും ചർച്ചാ വിഷയമാണ്. ചർച്ചാ വിഷയമാക്കുന്നത് ആരാണ്? അവിടെയാണല്ലോ പ്രശ്നം. പ്രൊപ്പഗൻഡ അതാക്കുന്നത് ഈ വലതുപക്ഷം എന്ന് പറയുന്ന ആളുകളാണ്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഇവിടുത്തെ വലതുപക്ഷം, അത് നെതർലാൻഡ്സിലേക്ക് പോകുമ്പോൾ അത് അവിടുത്തെ വലതുപക്ഷം, ഡെൻമാർക്കിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വലതുപക്ഷം, പോളണ്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വലതുപക്ഷം, ഫ്രാൻസിലേക്ക് വരുമ്പോൾ അവിടുത്തെ നമ്മുടെ മാക്രോൺ പോലും ഇപ്പോൾ വലതുപക്ഷത്തിൻ്റെ കൂടെയാണെന്നാണ് കേൾക്കുന്നത്. മൂപ്പര് ഒരു സെൻട്രൽ ലെഫ്റ്റ് ഒക്കെ ആയിരുന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ മൂപ്പരും കൺസർവേറ്റീവ്സിൻ്റെ കൂടെയായി. അതുപോലെ UK പോകുമ്പോൾ അവിടെ വലതുപക്ഷം, ഇറ്റലിയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളുടെ എന്താണ് ഫാഷിസ്റ്റുകൾ അവിടെ പിടിമുറുക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. ജർമ്മനിയിൽ പോയപ്പോൾ അവിടെ വലതുപക്ഷം. അങ്ങനെ നിങ്ങൾ ഏത് സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ, ഈ അമേരിക്കയിൽ ട്രംപ് അവിടെ വലതുപക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു, അവരും ഉയർത്തുന്നത് തന്നെയാണ്. അപ്പോൾ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ കാണുന്ന വിഷയം, ഈ മതമാറ്റവും തീവ്രവാദവും ജിഹാദി പ്രവർത്തനങ്ങളും ഇതുപോലെയുള്ള വിഷയങ്ങൾ അതൊരു ചർച്ചാ വിഷയമാക്കി, അതിൻ്റെ പേരിൽ മൂവി എടുത്ത്, അതിൻ്റെ പേരിൽ പൊളിറ്റിക്കൽ ഗെയിൻ എടുത്ത്, അതിൻ്റെ പേരിൽ അവരുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ പോലും കാതലായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പോലും കാരണമാകുന്ന രീതിയിൽ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് അതാത് ഇടങ്ങളിലെ വലതുപക്ഷമാണ്. അത് ഇന്ത്യയിലും വലതുപക്ഷമാണ്. എന്തുകൊണ്ടാണ് വലതുപക്ഷത്തിന് അങ്ങനെ ഒരു അപ്പർ ഹാൻഡ് അതിൽ കിട്ടുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് അതിനകത്ത് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമാക്കിയിട്ട് ഇത് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള മികച്ച ഉദാഹരണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലമെന്ന് പറയുന്നത് ഫ്രാൻസാണ്. ഫ്രാൻസിൽ നമുക്കറിയാം, അവിടുത്തെ വലതുപക്ഷം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സമയത്ത് മാക്രോൺ പുള്ളി തീരുമാനിച്ചു ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് അഡ്രസ്സ് ചെയ്യേണ്ടതാണെങ്കിൽ അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ വലതുപക്ഷം വളരാതിരിക്കാനുള്ള വഴിയെന്ന് മനസ്സിലാക്കുകയും ഫ്രാൻസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മളതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനെ തുരത്തണമെന്നോ ഇതിനെ ഇല്ലായ്മ ചെയ്യണമെന്നോ ഉള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഈ വിഷയം ഒരു വിഷയമാണ് എന്ന് അക്നോളജ് ചെയ്യുക, അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ അത് നടക്കുന്നില്ല എന്നതാണ് ഇവിടെ വലതുപക്ഷത്തിന് അത് അപ്പർ ഹാൻഡ് നേടിക്കൊടുക്കുന്നത്. BJPക്ക് അത് പ്രൊപ്പഗൻഡയാക്കാനുള്ള ഐറ്റമാക്കി നിങ്ങൾ മുന്നിൽ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എങ്കിൽ, ഇത് ആക്കുന്നു എന്നൊക്കെ പരാതി ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു പണിയാണ്. ഇന്ത്യയിലും വളർന്നുകൊണ്ടിരിക്കുന്ന, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജിഹാദി പ്രവർത്തനങ്ങൾക്കെതിരെ, അതെന്ത് തരത്തിലുള്ള ജിഹാദും ആയിക്കോട്ടെ, മലദ്വാർ ഗോൾഡ് ജിഹാദായാലും ശരി, ഇനിയിപ്പോൾ നാർക്കോട്ടിക് ജിഹാദായാലും ശരി, ലവ് ജിഹാദായാലും ശരി, ഇനി ഹലാൽ ജിഹാദായാലും ശരി, എന്തു തന്നെ ആയാലും അതിനെ അഡ്രസ്സ് ചെയ്യാൻ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ, അതിലെ ശരിതെറ്റുകളെക്കുറിച്ച് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവുക, എല്ലാവരും തയ്യാറാവുക എന്നതാണ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അതിനകത്തൊരു ആയുധമാകാതിരിക്കാനുള്ള ഒരേ ഒരു പോംവഴി. അത് നമ്മളുടെ മുന്നിൽ പ്രവർത്തിച്ച് കാണിച്ചിരിക്കുന്നത് ഫ്രാൻസാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രാൻസിലെ ആ സാഹചര്യം അത് മാതൃകയാക്കിക്കൊണ്ട് രണ്ടാമതൊരു കേരള സ്റ്റോറി ഉണ്ടാകുന്നത് തടയാൻ സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ആമുഖമായിട്ട് എനിക്കതിൽ പറയാനുള്ളത്. ഇനി ഈ സിനിമ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു റേറ്റിങ്ങും അതുപോലെ തന്നെ എന്തുകൊണ്ട് കാണണമെന്നും പിന്നെ ആരൊക്കെ കാണണമെന്നുള്ളതൊക്കെ സംബന്ധിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂന്നാമത്തെ വീഡിയോ അതിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇനി അത് പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. എന്തായാലും എൻ്റെ ഒരു റേറ്റിംഗ് ഞാനൊന്ന് റീക്യാപ്പ് ചെയ്ത് ഇവിടെ ഇടാം.
റേറ്റിങ്ങിൽ ഞാൻ പരിഗണിച്ച കുറേ കാര്യങ്ങൾ അതിവിടെ നിങ്ങൾക്ക് കാണാം. ഒന്ന്, കേരള റിയലിസം ഫോർ കേരള. മലയാളികൾക്ക് വേണ്ടിയിട്ട് കേരളത്തെ അതിനകത്ത് അവതരിപ്പിച്ച രീതി, അതിനകത്ത് 10 മാർക്കേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ചോദിച്ചു, ഇത് എന്തുട്ട് കേരളമാണ്, ഇത് എന്തുട്ട് മലയാളമാണ് ഈ സംസാരിക്കുന്നത് എന്ന് ഏത് മലയാളിയാണേലും ചോദിച്ചു പോകും. ആ ചോദ്യമാണ് ഇവിടെ നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. അതിന് 10 മാർക്കേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത് 10 കൊടുക്കാൻ കാരണം അതിനകത്ത് ഇവിടുത്തെ പച്ചപ്പും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും, അത്രയേ ഉള്ളൂ. രണ്ടാമത്തത്, കേരള റിയലിസം ഫോർ ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊത്തം ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വ്യത്യാസം മനസ്സിലാവില്ല. മലയാളികൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഭാഷ എന്ന് പറയുമ്പോൾ അതൊരു ആക്സൻറ്റും ഒരു സ്ലാങ്ങും ഒക്കെയാണ് നമ്മളെ മനസ്സിലെന്നുണ്ടെങ്കിൽ, ഒരു മുംബൈക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റേതായിട്ടുള്ള രീതി, ഡൽഹിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിക്കാരൻ്റെ രീതി, അങ്ങനെ ഏത് സ്ഥലത്തേക്ക് പോയാലും അവരുടേതായിട്ടുള്ള രീതി ഉള്ളതുപോലെ ഒരു കേരളത്തിന് വെളിയിലുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുമ്പോൾ അവർക്ക് കോഴിക്കോടും മലപ്പുറവും അതല്ലെങ്കിൽ തിരുവനന്തപുരവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതെല്ലാം ഒരേപോലെയാണ്. കേരളത്തെ മൊത്തത്തിൽ ആലപ്പി എന്ന് വിളിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളം മൊത്തം ആലപ്പി പോലെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്ന നമ്മളെ കൂട്ടുകാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കേരളം മൊത്തം പച്ചപ്പാണ്. പച്ചപ്പില്ലാത്ത കേരളം അവരുടെ കണ്ണിലില്ല. പാലക്കാട്ടേക്കൊന്നും അവർ പോയിട്ടേ ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പോട്ടെ, അവർക്ക് ഒരു 60 മാർക്ക് നമുക്ക് അവിടെ കൊടുക്കാം. കേരള റിയലിസം ഫോർ ഇന്ത്യ. 2, ഇസ്ലാം റിയലിസം ഫോർ കേരള. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും 5 മാർക്കേ നമുക്ക് കൊടുക്കാൻ കഴിയൂ. കാരണം എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങൾ കണ്ടുപരിചയിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ രീതിയല്ല ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് കളർഫുൾ അല്ല ഇവിടുത്തെ ഇസ്ലാം. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അജ്മീർ, അതുപോലെ നമ്മളുടെ നോർത്ത് ഇന്ത്യയിലുള്ള മറ്റു ചില സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ കർണാടകയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ പ്രധാനമായിട്ടും നമ്മളുടെ ഹനഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന ആളുകൾ അവർ ജീവിക്കുന്ന പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയും കൂടി അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. കേരളത്തിൽ കൂടുതൽ ഈ ഷാഫി മദ്ഹബ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തൊട്ട് സിനിമയാണെന്ന് തോന്നും. മുസ്ലിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നും. പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് 5 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. കാരണം അതിനകത്തൊരു ബാങ്ക് വിളി ഉണ്ടായിരുന്നു, അതിന് നമ്മൾ 5 കൊടുത്തു. ഇനി ഇസ്ലാം റിയലിസം ഫോർ ഇന്ത്യ. ഇന്ത്യക്കാർക്ക് മൊത്തം ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കോറിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം പ്രധാനമായിട്ടും ഇതിനകത്തൊരു സലഫി ഇസ്ലാമും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹനഫി അതിൻ്റെ വകഭേദങ്ങൾ ഇതിനകത്ത് കൂടുതൽ കുത്തി നിറച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ വെസ്റ്റ് ബംഗാളുകാരനായതുകൊണ്ടാകണം കൂടുതൽ ആ ഒരു ചൊവ്വ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ കൂടുതലും ഇതിനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരു ഡെപിക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുക. അതാവണം അങ്ങനെ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമൊക്കെ അവർക്ക് പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് കോറിലേറ്റ് ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ച് അവിടങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക്. ഇനി കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഇതിനകത്ത് വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ സമ്മതിക്കണം. കൺവേർഷൻ എങ്ങനെയാണ് ആളുകളെ മതത്തിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും അതിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടും കാണിക്കുന്ന രീതികൾ, അതിൽ നാടകീയത അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം അവർക്ക് വെച്ചു കൊടുക്കുക. ഈ കൺവേർഷൻ എന്ന് പറയുന്ന സംഗതി അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സലഫി മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള, അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് നല്ല ഒരു ധാരണയുള്ളൊരു വിഷയമായിരിക്കും. അവർക്ക് ഒരിക്കലും ഇത് നിഷേധിക്കാൻ കഴിയില്ല. സലഫികൾ കേരളത്തിൽ നമ്പർ കുറവായതുകൊണ്ട് പൊതുജനമധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും അതിനെക്കുറിച്ച് പെട്ടെന്നൊരു റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് അത് മനസ്സിലാവാൻ പാടായിരിക്കും. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ മതപരിവർത്തനം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പം തന്നെ ഒരു ആളുടെ മുഖം വന്നിട്ടുണ്ടാവും, മദർ തെരേസ. അതുപോലെ ചില ആളുകളുടെയൊക്കെ മുഖം വന്നിട്ടുണ്ടാവും. അതേസമയം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം എന്ന് വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുഖമൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല. കാരണം നിങ്ങൾ അറിയില്ല ആരാണ് നിങ്ങളെ മതം മാറ്റാൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം. കാരണം ഓരോ മുസ്ലിമും ജിഹാദി ആശയം അതല്ലെങ്കിൽ ഈ സലഫി ആശയം തലയിൽ കൊണ്ട് നടക്കുന്ന ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ്, എൻ്റെ മുന്നിലുള്ള ആ മുസ്ലിമിനെ എങ്ങനെ ഈ മതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ചിന്ത. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള രീതികൾ ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് ഇത് കണ്ടില്ലേ അള്ളാഹു ആണെങ്കിൽ മൂപ്പര് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്യാപ്പിലും അള്ളാഹുവിനെ പ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടി. ഇതാണ് ഇസ്ലാമിലെ കൺവേർഷൻ്റെ ഒരു രീതി. അത് നമുക്ക് അതിൻ്റെ ആ ഒരു വിവിധ ഘട്ടങ്ങൾ ഇതിനകത്ത് കാണാം. ഈ കൺവേർഷനിൽ പങ്കെടുക്കാത്ത, ഇത് ചെയ്യാത്ത, ഇതിനെക്കുറിച്ച് കേൾക്കാത്ത, അറിയാത്ത മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതുമയായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ കുഴപ്പം. പക്ഷേ
ഇത് ഡെപ്പിക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഈ സിനിമ വെക്കുന്നുണ്ട്. ഇത് ഈ സിനിമയിലൊന്നും അല്ല ആദ്യമായിട്ടത് ചെയ്യുന്നത്. ഒരുപാട് സിനിമകളിൽ ഇതുള്ളതാണ്, സീരീസുകളിലുള്ളതാണ്. നിങ്ങളത് കാണാത്തത് നിങ്ങളുടെ കുഴപ്പമാണ്. ഇനി സെക്ഷൽ പ്രെഡേഷൻ എന്ന് പറയുന്ന ഒരു വിഷയം, അത് ഈ ജിഹാദി മേഖലയിൽ നടക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആ പറഞ്ഞ പഴയ വീഡിയോയിൽ നിങ്ങൾക്ക് അവിടെ കാണാം. സെക്ഷൽ പ്രിഡേഷൻ ഉണ്ട്. അത് ഇവിടെ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ജിഹാദി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന കാര്യമാണ്. അങ്ങനെ സെക്ഷൽ പ്രിഡേഷൻ നടത്തിയിട്ട് അവരെ അതിനകത്ത് കുടുക്കിക്കൊണ്ട് അത് കല്യാണത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി മതത്തിലേക്ക്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജിഹാദല്ല. അതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മതത്തിലേക്ക് ആളെ കൂട്ടുക എന്നതാണെന്ന് ഒന്ന് ഓർത്തേക്കുക. അതിനുശേഷം അവർ ജീവിക്കുകയോ അതല്ലെങ്കിൽ ജിഹാദി പ്രവർത്തനത്തിന് പോവുകയോ ചെയ്യാം. അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് ഈ മതത്തിലേക്ക് ആളെ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. എന്നാലും നമുക്ക് ഐസിസിലേക്കൊക്കെ പോയിട്ടുള്ള പല ആളുകളും അവിടെ എത്തിപ്പെട്ടതിൻ്റെ ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടുന്നതിന് മുന്നേ അവർ ഈ സെക്ഷൽ പ്രിഡേഷനിൽ പെട്ടുപോയതിൻ്റെ ഒരുപാട് കഥകൾ നിങ്ങൾക്ക് ചുമ്മാ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പഴയ വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം, അത് ഇതിനകത്ത് ഒരു തോൽവി തന്നെയാണ്. അത് നമ്മൾ സമ്മതിക്കണം. അത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ സമ്മതിക്കണം. ഇന്നിപ്പോൾ ഇത് ലവ് ജിഹാദിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ലവ് ജിഹാദ് അല്ല. എന്താണെന്നുള്ളത് ആ വീഡിയോയിലുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് വരുമ്പോൾ ഞാനത് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം എന്തുകൊണ്ട് ഇത് ലവ് ജിഹാദ് അല്ല എന്നുള്ളത്. ഇനി ജിഹാദിൻ്റെ ഡീറ്റെയിൽസ് അത് വളരെ മികച്ച രീതിയിൽ ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അത്ര ക്വാളിറ്റി ഉണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്. എങ്ങനെ ഇരിക്കും ഒരാൾ ജിഹാദിന് പോയാൽ എന്നത് സംബന്ധിച്ച് അവിടുത്തെ ദുർഘടമായ അതിൻ്റെ സാഹചര്യങ്ങൾ, അവിടെ ജീവിക്കേണ്ട പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവിടെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നത് സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ ദ ലാസ്റ്റ് ഗേൾ വായിക്കുമ്പോൾ അതും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല ഇങ്ങനെയുള്ള സംഗതികളിൽ എത്തപ്പെട്ട ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അതല്ലെങ്കിൽ അത്തരം കഥകൾ പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള സംഗതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സംഗതിയായിട്ട് ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഒരു 100% ഒരു ഭയങ്കര ക്വാളിറ്റിയിൽ എടുത്തു എന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ അത് അതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്കത് കാണാം എന്ന് തന്നെ. അപ്പോൾ ജിഹാദിൻ്റെ ഡീറ്റെയിൽസ്, അത് ആ സ്ഥലം മുതൽ ആ രീതികൾ മുതൽ എങ്ങനെയാണ് അതിൽ ഓപ്പറേഷൻസ് അവർ പ്ലാൻ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം. അതവിടെ ഉണ്ട്. ഇനി ഐസിസിൻ്റെ ഡെപ്പിക്ഷൻ അതും മോശമില്ലാത്ത രീതിയിൽ തന്നെ അവിടെ നിങ്ങൾക്ക് കാണാം. 85 മാർക്കാണ് ഞാൻ അതിനകത്ത് കൊടുത്തത്. പിന്നെ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70 മാർക്ക് ഞാൻ കൊടുക്കുന്നു. കാരണം അവർ ഒപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. ചില ഇതിൻ്റെ ഈ ഡയലോഗിൽ ഈ ക്രിഞ്ചും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ ടെക്നിക്കലി ചില കാര്യങ്ങളിൽ അവർ നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അതുകൂടാതെ ഇപ്പോൾ ക്യാമറ അതുപോലെ അതിൻ്റെ ആർട്ട് ഡിറക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലും തരക്കേടില്ലാത്തൊരു മാർക്ക് അതിനകത്ത് കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നെ ഇതിൽ തെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതിൻ്റെ പേരിൽ കല്ലെറിഞ്ഞ് കൊല്ലാനൊന്നും വരണ്ട. എൻ്റെ തോന്നലുകളും എനിക്ക് മനസ്സിലായ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. ഇനി ഇതിലൊരു ടോട്ടൽ മാർക്ക് ഞാൻ കണക്ക് കൂട്ടി എടുത്തത് 56%, 56.7%, ഒരു റൗണ്ട് ചെയ്തൊരു 57% മാർക്ക് നിങ്ങൾക്കിതിന് കൊടുക്കാം എന്നതാണ്. അല്ലാതെ ഒരു നമ്മളുടെ ഓസ്കാറിന് ലഭിക്കാൻ പോകുന്ന ഒരു സിനിമയായിട്ടൊന്നും ഇതിനകത്ത് എടുക്കാനില്ല. കണ്ടിരിക്കാം. ഇതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്തുള്ള തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇത്രയും ചർച്ചയായ സ്ഥിതിക്ക് ആ തെറ്റുകൾ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ വഴി. ഇനി ഇതിലെ മറ്റൊരു വശം, ഇത്രയും പ്രശ്നങ്ങൾ നമ്മളിവിടെ കണ്ടു. അതിലേറ്റവും പ്രധാന പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത്. അപ്പം ഞാനിതിൽ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഇത്തരത്തിലുള്ള സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു വിഷയത്തെക്കുറിച്ച് പറയാനേ പാടില്ല എന്ന് പറയുന്നത് ആണോ നിങ്ങളുടെ രീതി? എന്നാൽ നിങ്ങൾക്ക് ഈ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു വിഷയം, ഇപ്പോൾ ലവ് ജിഹാദ് ആണല്ലോ ഇവരുടെ ഒരു കോർ പ്രോബ്ലമായിട്ട് ഇവർ ഇതിനകത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി അവരിതിനകത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. ഞാൻ അത് പരിശോധിച്ചപ്പോൾ എനിക്കത് 0 മാർക്കാണ് കൊടുക്കാൻ കഴിഞ്ഞത്. അത് നമുക്കവിടെ കാണാം. അതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതും ഇവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതും തമ്മിലുള്ള ഒരു കോറിലേഷനും അതിനകത്തില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ എന്തായി? നമുക്കിപ്പോൾ പറയാം ഇതല്ല ലവ് ജിഹാദ് ഇന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ലവ് ജിഹാദ് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ലവ് ജിഹാദ് അല്ല, ഇത് കൺവേർഷൻ ജിഹാദും മറ്റു പല സംഗതികളുമാണ് എന്നതാണ് അവിടുത്തെ ഒരു പ്രശ്നം. പിന്നെ ഇതിൽ ഈ കോർ കഥ അത് ഉരുളുന്ന ആ ഒരു സംഗതി നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ മുഴച്ചു നിൽക്കുന്ന രീതിയിൽ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതേ ആംഗിളിൽ തന്നെ ഉള്ളപ്പോൾ അവരതിലെ ലെസർ
അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നിരയിൽ വരുന്ന അല്ലെങ്കിൽ തേർഡ് നിരയിൽ വരുന്ന കാര്യം എടുത്തിട്ടാണ് വലിയ സിനിമയാക്കി മാറ്റിയത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിൽ ഇരകൾ എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ കഥയിൽ നിന്നും ഇൻസ്പയർഡായി ഇത് വന്നതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അപ്പോൾ നമുക്കതിനെ കുറ്റം പറയാനും കഴിയില്ല. അപ്പോൾ ഇത് ചർച്ചയാക്കുക എന്നത് തന്നെയാണ് ഒരു സിനിമ എന്നതുകൊണ്ട് ഒരു ജനാധിപത്യ ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മേഖലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അക്കാര്യത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ചർച്ചയായിട്ടുള്ള മറ്റൊരു സിനിമ വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ കാശ്മീർ ഫയൽസ് വന്നപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടു കുറേയൊക്കെ, പക്ഷേ ഇത്രയൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിന്നാരത്തുമ്പികളൊക്കെ ഇറങ്ങിയ സമയത്താണ്. അത് ഇതേപോലെ വലിയ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ അത് അത്ര വലിയ സാമൂഹിക റെലവൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ആ ചർച്ച ആ ക്ലാസ് റൂം ചുവരുകൾക്കുള്ളിൽ അവിടെ ഒതുങ്ങിപ്പോയി. പക്ഷേ ഇവിടെ ഇതിന് മാനം ഡിഫറൻ്റ് ആണ്. കാരണം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യണം, ഇത് അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ആ ഒരു വിഷയം, ഇതെല്ലാവരെയും കൊണ്ടും അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ആ ഒരു വിഷയം, അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് ഈ സിനിമ ഇത് കാണണമെന്നും ഇത് ആളുകൾ ചർച്ച ചെയ്യണമെന്നും ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. അതല്ലാതെ ഇത് കാണാനേ പാടില്ല, ഇത് മുസ്ലിം വിരുദ്ധമാണ്, ഇസ്ലാമോഫോബിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നം അതിലേക്ക് മുസ്ലിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നതിന് പോലും സാധിക്കാതെ വന്നാൽ ഈ വിഷയം അതിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇരകളായിക്കൊണ്ടിരിക്കുന്നത്, ആദ്യത്തെ ഇരകളായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളോ മറ്റുള്ള ആളുകളൊന്നുമല്ല, മുസ്ലിങ്ങൾ തന്നെയാണ്. അവർക്ക് വീണ്ടും ഇതിനകത്തുനിന്ന് പുറത്ത് ഒന്ന് തലയിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരമാണ് നമ്മൾ നിഷേധിച്ചു വെക്കുന്നത്. അത് തെറ്റല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു രണ്ടാമതൊരു ചിന്ത കൊടുക്കാനുള്ളൊരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അത് പരമാവധി ഉപയോഗിക്കുകയല്ലേ വേണ്ടത്. ആ സമയത്താണ് നമ്മളിപ്പോൾ ചില ആളുകൾ ചില വെല്ലുവിളികളൊക്കെ നടത്തിയതായിട്ട് കണ്ടു. അതിനകത്ത് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന് അവർ തന്നെ പോയി ഇതുപോലെ പ്രണയം നടിച്ച് കൊണ്ടുപോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ ചോദിക്കുന്നത്, ഒരു ജിഹാദി പ്രവർത്തനത്തിന് ഒരാൾ പോകുമ്പോൾ അവിടെ എവിടെയാണ് മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന ആൾ തന്നെ ആയിരിക്കണം ഈ പ്രണയം നടിച്ചു കൊണ്ടുപോകുന്ന ആൾ എന്ന് അവിടെ എവിടെയാണ് ഒരു നിയമമുള്ളത്? അങ്ങനെ ഒരു നിയമമില്ല. ഇനി നിയമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. പക്ഷേ ഇവിടുത്തെ ആളുകളുടെ അന്വേഷണം പോകുന്നത് എന്താണ് എന്നുള്ളത് ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് വ്യക്തമായി. കാരണം അവരുടെ പ്രശ്നം മുസ്ലിം സമുദായത്തിൽ ഇല്ലാത്ത ഒരാൾ അവരിങ്ങനെ വന്നു, അവർ പ്രണയം നടിച്ചു, എന്നിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് എന്ന രീതിയിലൊക്കെ അതിനെ വളച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണ് അതുകൊണ്ട് ഗുണം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശം, അതുകൊണ്ട് എന്താണ് മെച്ചം? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട വിഷയം ഈ ജിഹാദി പ്രവർത്തനങ്ങളുടെ യാഥാർത്ഥ്യം തന്നെയാണ്. അതിലേക്ക് ചർച്ച കൊണ്ടുപോയേ പറ്റുള്ളൂ. ഇനി ആ റേറ്റിംഗ് അവിടെ നിൽക്കട്ടെ. ഇനി ആ റേറ്റിങ്ങിൽ ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യാം. ആളുകൾ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇത് വളരെ മോശം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതിൽ മലയാളം ശരിയായില്ല, കേരളം ശരിയായില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ അവരോട് അവസാനമായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, കേരളം എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള സിനിമയല്ല ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കേരള സ്റ്റോറി ഇറക്കിയിരിക്കുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അതിൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും, അതിന് നിങ്ങൾ എത്രത്തോളം ആ ഒരു ഉദ്ദേശം അവിടെ ഒരു നീതി കാണിച്ചു, അത് അവിടെ പിക്ചറൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഇതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ മലയാളത്തിൻ്റെ ഇത് നോക്കിയിട്ടോ ഒക്കെയാണ് നിങ്ങൾ മാർക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ അഭിപ്രായം, അതിനെ അങ്ങ് മാറ്റി വെക്കുന്നു. പക്ഷേ അതിനുള്ള മറിച്ചുള്ള അഭിപ്രായങ്ങളും ഇവിടെ വരുമ്പോൾ അത് നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം നമ്മളോട് എടുക്കാൻ പറയുന്നത്, അതേപോലെ നമ്മളുടെ അഭിപ്രായം നിങ്ങളും എടുത്താൽ മതി. ആ സമയത്ത് നിങ്ങൾ ചാപ്പയുമായിട്ട് ഇറങ്ങി തിരിക്കേണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ പറയുന്നത് ചാപ്പയടിയൊന്നും ഇല്ലാതെ നമ്മൾ കേട്ട് നിൽക്കുന്നു. ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളും ചാപ്പയടിയില്ലാതെ കേട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കമ്മിറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നിങ്ങൾ ആ വിഷയത്തിലേക്ക് നോക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അവിടെ കാണുന്നത്. കണ്ണു മൂടിക്കെട്ടിയാണ് നിങ്ങൾ ഈ സിനിമ കണ്ടത് എന്നതാണ് അവിടെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കാണണമെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഒരുപാട് എലമെൻറ്റ്സ് ഞാനിവിടെ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഇത് കാണണം എന്നും പറഞ്ഞുകൊണ്ട് പാഠപുസ്തകത്തിൽ ഒരു ഏടാക്കി ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇത് പ്രദർശിപ്പിക്കുന്നൊരു പരിപാടിയാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ അതുപോലെ പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെ അവരതിന് പറയുന്ന വാക്ക് തന്നെ ലവ് ജിഹാദ്, അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവിടെയാണ് ഈ സംഗതി ഇവിടെ
മൊത്തത്തിൽ ഇത് ഡീറെയിൽ ചെയ്ത് പോകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. അതിനോട് എനിക്കും യോജിപ്പില്ല. നിങ്ങൾ സത്യത്തിൽ ഇത് കാണിക്കേണ്ടിയിരുന്നത് പ്രണയത്തിലെ ചതിക്കുഴി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ നിങ്ങളവിടെ പറയാൻ ശ്രമിക്കുന്ന സംഗതി അത് ഇത് തന്നെയാണോ എന്നുള്ളത് നിങ്ങളവിടെ അന്വേഷിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നതാണ് അവിടുത്തെ പ്രശ്നം. ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ സിനിമയിൽ നിങ്ങൾ കണ്ട സംഗതി അല്ല യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് 0 മാർക്ക് ഞാൻ കൊടുത്തത്. അപ്പോൾ പിന്നെ ലവ് ജിഹാദിന് വേണ്ടിയല്ല ഈ സിനിമ കാണേണ്ടത് എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത് കാണേണ്ടത് എന്നുള്ളതും പറഞ്ഞിട്ട് പോയാൽ മതി. അതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പണി ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഒരു കേരള സ്റ്റോറി ടെസ്റ്റ് എന്നുള്ള രീതിയിലൊരു പരിപാടി. അപ്പോൾ നമ്മൾ ഈ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ വെക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ, കേരള സ്റ്റോറിയിൽ അത് കാണിച്ചിട്ടുണ്ടോ ഇല്ലേ, ഇതാണ് നമ്മൾ നോക്കുന്നത്. കേരള സ്റ്റോറി അത് കാണിക്കുന്നതിൽ പാസ്സായോ ഫെയിലായോ, ഇതാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രണയം എന്ന് പറയുന്ന ഒരു സംഗതി അത് ആരും ആവാം, അത് മതഭേദമന്യേ മനുഷ്യൻ മറ്റൊരു ആണ് പെണ്ണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 2 മനുഷ്യർ തമ്മിൽ പ്രണയിക്കുന്ന ഒരു സംഗതി ഇതിനകത്ത് ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. പ്രണയം അത് കാണിച്ചിട്ടുണ്ട്. പ്രണയിച്ചതിന് ഒരുപാട് തെളിവുകളുണ്ട്. പ്രത്യേകിച്ച് വേറെ തെളിവൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല. അപ്പോൾ പ്രണയം ഇതിനകത്തുണ്ട്. അപ്പോൾ പ്രണയം എന്നുള്ളൊരു വിഷയം അല്ലല്ലോ ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വിടുന്നു. ഇനി രണ്ടാമത്തേത് മതം മാറ്റം എന്ന് പറയുന്നൊരു വിഷയം. മതം മാറ്റം ഈ സിനിമയിൽ മാത്രമല്ലല്ലോ കാണിച്ചിരിക്കുന്നത്. എല്ലാ നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അംബേദ്കർ പോലും മതം മാറിയിട്ടുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ബുദ്ധ മതത്തിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മതം മാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. ഓരോ മതത്തിൽ നിന്നും ആളുകൾ മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും ഒടുവിൽ വന്ന ചില കണക്കുകളൊക്കെ പ്രകാരം ഹിന്ദു മതത്തിലേക്ക് ആളുകൾ പോയതിനെക്കുറിച്ചൊക്കെയാണ് കണക്കുകൾ ഇവിടെ കാണാൻ സാധിച്ചത്. അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മതം മാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. മതം മാറ്റം സംബന്ധിച്ചിട്ടുള്ള ഒരു ത്രെഡ് അത് ഈ സിനിമയിലുണ്ട്. അപ്പോൾ ആ സിനിമ അത് അവിടെ പാസ്സാകുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇസ്ലാമിലേക്ക് ആളെ കൂട്ടലുണ്ടോ? ഇതാണ് നമ്മളുടെ മറ്റൊരു ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ആളെ കൂട്ടലുണ്ട്, അതിന് തെളിവുണ്ട്. ഒന്നാമത്തെ തെളിവ് നമ്മളുടെ സാക്കിർ നായിക്ക് തന്നെയാണ്. വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഒരു ദ ബ്രദർ ആസ്റ്റ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലോ, ഞാൻ ഉത്തരം പറഞ്ഞാന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആൾക്കാരെ നിൽക്കുന്ന നിപ്പിലൊക്കെ ഷഹാദത്ത് കലിമ ചെല്ലിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. ചെറിയ പുള്ളിയൊന്നുമല്ല. അപ്പോൾ അത് നമ്മുടെ തെളിവ് മുന്നിൽ തന്നെ ഉള്ളപ്പോൾ അതിവിടെ നടക്കുന്നുണ്ട്. ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്ന പരിപാടി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നിഷേധിക്കാൻ കഴിയില്ല. ഇനി ആ സംഗതി അത് ഈ പറയുന്ന സിനിമയിലുണ്ടോ? സിനിമയിലും കാണിക്കുന്നുണ്ട്. ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നു. അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു സലഫി സെൻറ്റർ പോലും അതിനകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. സലഫി സെൻറ്ററുകൾ നമ്മളും കുറേ കണ്ടിട്ടുള്ളതാണ്. അവിടെയും നടക്കുന്നത് ഇതേ പണി തന്നെയാണ്. നമ്മളെ നീച്ച് ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന പ്രധാന അവിടുത്തെ പണി ദഅ്വ പ്രവർത്തനം. അത് നമ്മളുടെ എന്താണ് കുഫാറുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുബൂരികൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, നമ്മളുടെ AP സുന്നികൾ, അവരെ ഞങ്ങൾ സലഫികൾ അങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, കുബൂരികൾ. കാരണം അവർ ഖബർ ആരാധന നടത്തുന്നു, ഈ ജാറ മോഡൽ അതുപോലുള്ള പരിപാടികളൊക്കെ നടത്തുന്നു, ഷിർക്ക് ചെയ്യുന്നു, ബിദ്അത്ത് ചെയ്യുന്നു. അപ്പോൾ അവരെ മുസ്ലിങ്ങളിൽ ആക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിപാടി. രണ്ടാമത്തെ ഒരു പാരലായിട്ട് നടക്കുന്ന പരിപാടിയാണ് അമുസ്ലിങ്ങളിലേക്ക് ദഅ്വ പ്രവർത്തനം നടത്തിയിട്ട് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പണി. അതിനും നമ്മൾ പല പണികളും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊളീഗ് ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, വെറുതെ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ക്ലിനിക്കിൽ ഇരുന്നിരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ വരുന്ന ഹിന്ദുക്കളായിട്ടുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് പോലും പലപ്പോഴും ഒരു ചൂണ്ട നമ്മൾ ഇട്ട് നോക്കുക, അവൻ എങ്ങാനും കൊത്തുമോ എന്നറിയാൻ വേണ്ടി. കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അവനെ മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ്. ഇനി ചെറിയൊരു അനുഭവം പറയാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ക്ഷമിക്കുക. അതിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ പാരൻസുമായിട്ട് വളരെ അടുത്ത രീതിയിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്ന നമ്മളൊരു സുഹൃത്ത്. അപ്പോൾ നമ്മളിതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരും ആ വീഡിയോ കാണുന്നു, വീട്ടുകാരും കാണുന്നു, എല്ലാവരും കാണുന്നു. അപ്പം ഞാൻ ഇവരോട് വീഡിയോയിലൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓരോ മുസ്ലിമും അവൻ്റെ ഉള്ളിൽ അവൻ ഈ മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢലക്ഷ്യവുമായിട്ട് നടക്കുന്ന ആളാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ സുഹൃത്ത് ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. അവർ അങ്ങനെയൊന്നുമില്ല, ഇപ്പം ഞാൻ ആരിഫിൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നു, എന്നിട്ട് ഇതുവരെ അതൊന്നും അങ്ങനെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, അവർ ഒന്ന് വെയിറ്റ് ചെയ്യൂ, അവർ വിളിക്കും, നിങ്ങളെ മതത്തിലേക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിശ്വസിക്കുന്നുണ്ടായില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ആരിഫ് പറഞ്ഞത് ശരിയാണ്, എന്നെ മതത്തിലേക്ക് വിളിച്ചു, എൻ്റെ ഉമ്മ അവരെ ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തായി? ഇതുപോലെ വയസ്സാങ്കാലമായിട്ട് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്ത എൻ്റെ ഉമ്മ ഈ വയസ്സാങ്കാലത്ത് പോലും ചെയ്ത പണിയാണ് ഈ പറയുന്നത്, മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ഉമ്മ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഓരോ മുസ്ലിമും ഈ
ദഅ്വാ പ്രവർത്തനം നടത്തണമെന്ന ആ ഇസ്ലാമിൻ്റെ വലിയ ലക്ഷ്യം, ഇസ്ലാം പഠിപ്പിക്കുന്ന ഓരോ മുസ്ലിമിനും ബാധ്യതയായിട്ടുള്ള കാര്യം, അത് അറിഞ്ഞിട്ടുള്ള ഓരോ മുസ്ലിമും, അഴകുഴമ്പൻ മുസ്ലിങ്ങൾ, ഈ ബാഹുബലി 2 കാണാത്ത മുസ്ലിങ്ങളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ത് എന്നറിഞ്ഞ് ഈ സലഫി ദഅ്വാ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയിട്ടുള്ള ഈ ജാക്കിർ നായിക്കിൻ്റെയും സിംസാറുൽ ഹക്കിൻ്റെയും അതുപോലെയുള്ള മറ്റ് പല മറ്റേ കേമന്മാരുണ്ടല്ലോ, അവരുടെ പ്രസംഗങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദഅ്വാ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് ഈ മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗൂഢലക്ഷ്യവുമായിട്ട് നടക്കുക, തക്കം പാർത്തിരിക്കുക, ആര് മുന്നിൽ ചാടി വീണ് കഴിഞ്ഞാൽ അവനെ മതം മാറ്റുക. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് നമ്മൾ പറയുമ്പോൾ ഇവർ പറയും, ഓ ഇത് ആരിഫ് ഉണ്ടാക്കി പറയണത് അല്ലല്ലോ. നമ്മൾ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അറ്റ്ലീസ്റ്റ് ഒരു 10 കമൻറ്റെങ്കിലും ഉണ്ടോ, ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുക, ഇത് പറയുന്ന കാക്കാമാർ ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾ യൂറോപ്പിൽ അവിടെ വളർന്നുകൊണ്ടേയിരിക്കുന്നു, യൂറോപ്പ് ഇപ്പോൾ ഇസ്ലാമിക രാജ്യമാകും എന്നും പറഞ്ഞിട്ട് തള്ളിമറിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും, ഒന്നെങ്കിൽ ആളെ കൂട്ടുന്നില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ആളെ കൂട്ടുന്നുണ്ട് എന്ന് പറയും. ഇത് ആളെ കൂട്ടുന്നു അതൊരു പ്രശ്നമാണെന്ന് നമ്മൾ പറയും, ഇല്ല അത് സംഘി പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് തടി തപ്പുന്ന ആ ഇരട്ടത്താപ്പ്, ആ ഒരു പോക്കരിത്തരം അതിവിടെ നടക്കില്ല. നിങ്ങളെയൊക്കെ കയ്യിലിരിപ്പ് നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് തന്നെയാണ്. സംഗതിയൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നാലാമത്തെ നമ്മുടെ ചോദ്യമാണ്, അന്യമത സ്ത്രീയെ കല്യാണം കഴിക്കാനുള്ള പ്രോത്സാഹനമുണ്ടോ എന്നതാണ് അടുത്തൊരു ചോദ്യം. പ്രോത്സാഹനമുണ്ട്. അതിൻ്റെ നമ്പർ 1 തെളിവായിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കമല സുരയ്യയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് കാണേണ്ട ഒരു വീഡിയോ ആണ് നമ്മളുടെ AP അഹമ്മദുമായിട്ട് ചേർന്നുകൊണ്ട് എൻ്റെ സ്വന്തം എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേര് മറന്നത്, TG മോഹൻദാസ് ജി പറഞ്ഞ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു സംഗതി, അത് നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ TG മോഹൻദാസ് ചോദ്യം ചോദിക്കുന്നു, കാര്യങ്ങൾ പറയുന്നത് വിശദീകരിക്കുന്നത് AP അഹമ്മദാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കേൾക്കാം എന്താണ് മാധവിക്കുട്ടിക്ക് സംഭവിച്ചത്, അതിലെന്ത് രീതിയിലാണ് അവർ അതിനകത്ത് ട്രാപ്ഡ് ആയത്, അവർ ലവ് ജിഹാദിൻ്റെ ഇരയാണോ എന്നുള്ള സംസാരം, അത് നിങ്ങൾക്ക് അവിടെ കാണാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അത് ലവ് ജിഹാദ് ആണോ അല്ലയോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം അത് നിങ്ങൾക്ക് ചിത്രീകരിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ചിത്രീകരിക്കേണ്ടിയിരുന്നത് ഈ ആളുടെ കഥയായിരുന്നു എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇത് ലവ് ജിഹാദ് തന്നെയാണ്, ഒരു സംശയമില്ല. പ്രണയം നടിച്ച് മതത്തിലേക്ക് ആളെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇതൊരു ഹൈ പ്രൊഫൈൽ ഇൻഡിവിജ്വലാണ്. ഇത് ഇങ്ങനെ ഒരാൾ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാണിച്ചുകൊണ്ട് പൈസ അവിടെ അടിച്ചു മാറ്റാം. കാരണം വിദേശ ഫണ്ട്, നമ്മളുടെ സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ ഉള്ള ഫണ്ട് അത് അടിച്ചു മാറ്റാൻ കഴിയും. മതം മാറുന്ന ആളുകൾക്ക് ഫണ്ട് കൊടുക്കുന്ന രീതി അത് മിഡിൽ ഈസ്റ്റിലുണ്ട്, ഇന്നും അതവിടെ നടക്കുന്നു. അതിനുവേണ്ടി മാത്രം ഫിലിപ്പീനികളും അതുപോലെയുള്ള ആളുകളും ചുമ്മാ പോയിട്ട് ഷഹാദത്ത് കലിമ ചെല്ലുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കണക്ക് വെച്ചിട്ട് നാട്ടുകാർ പറഞ്ഞെടുക്കാതെ ഇസ്ലാമിലേക്ക് ആൾ ഒഴുകുകയാണ്. എന്തിനാണ് ഒഴുകുന്നത്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പൈസ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ അതിൻ്റെ പേരിൽ പൈസ അടിച്ചു മാറ്റാനുള്ള ഉദ്ദേശം അതിവിടെ ഉണ്ടായിരുന്നു. സമദാനിയെ പോലെയുള്ള ആളുകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റാളുകൾ അതിനുവേണ്ടി ശ്രമിച്ചു. കോടിക്കണക്കിന് രൂപയാണ് അതിനകത്ത് അവർ വസൂലാക്കിയത് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അത് ഇതുപോലെയുള്ള ആളുകൾ പറയുന്നിടത്ത് നിന്ന് നിങ്ങൾ കൂടുതൽ കേട്ടോളൂ, അതായിരിക്കും സൗകര്യം. അപ്പോൾ അതിവിടെ ഉണ്ട്. അന്യമത സ്ത്രീയെ കല്യാണം കഴിക്കാനുള്ള പ്രോത്സാഹനം ഉണ്ടോ? അതുമുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഒരു ബോണസായിട്ട് 1-2 കാര്യങ്ങൾ കൂടി പറയാം. അതായത് അവളെ മതം മാറ്റണമെന്ന നിർബന്ധമുണ്ടോ? ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അവളെ മതം മാറ്റണമെന്ന് നിർബന്ധമുണ്ടോ? ഇതാണ് നമ്മൾ ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇസ്ലാം ക്യൂ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ക്യാൻ എ മുസ്ലിം മാൻ മാരി എ നോൺ മുസ്ലിം, ഇതാണ് അവിടുത്തെ ചോദ്യം. അവിടെ ഉത്തരം ഇതാണ്, നിങ്ങൾക്ക് മാരി ചെയ്യാം, പക്ഷേ കണ്ടീഷൻസ് അപ്ലൈ. ഒന്ന്, അങ്ങനെ മാരേജ് ചെയ്യുന്ന സമയത്ത് അതൊരു ജൂത സ്ത്രീയോ അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ആയിരിക്കണം എന്നതാണ്. ഹിന്ദുക്കളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ജൂത സ്ത്രീയോ ക്രിസ്ത്യാനിയോ ആണ് ഈ അഹ്ലുൽ കിതാബ് എന്ന് പറയും, അതായത് പുസ്തകം, നമ്മൾ വേദക്കാർ എന്ന് പറയുന്ന ആളുകൾ, അവരായിരിക്കണം. ഇനി അവർ തന്നെയാണ് ബട്ട് ദ മുസ്ലിം ഹസ്ബൻഡ് ഷുഡ് ബി കീൻ ടു ബ്രിങ് ഹിസ് വൈഫ് ഇൻ ടു ഇസ്ലാം. അത് നിർബന്ധമാണ്. കാരണം സോ ആസ് ടു സേവ് ഹെർ ഫ്രം ഇറ്റേണിറ്റി ഇൻ ദ ഫയർ ആൻഡ് so that he and his children will have a home that is based on Islam. എല്ലാം ഇസ്ലാമികമായിട്ട് നിലനിർത്തുക എന്ന ഒരു ആത്യന്തികമായ ലക്ഷ്യമാണ് മുന്നിലുള്ളത് എന്നതുകൊണ്ട് അവിടെ നിർബന്ധമായിട്ടും അങ്ങനെ നീ ഒരു ജൂത സ്ത്രീയെയോ അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു വനിതയോ ആണ് കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിരിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ മതം മാറ്റണമെന്ന നിർബന്ധമുണ്ട്, അത് ഇസ്ലാമിലുള്ളതാണ്. ഇനി അതിനകത്ത് രണ്ടാമത്തെ ഒരു പോയിന്റ്,
ഓക്കെ. രണ്ടാമത്തെ ഒരു പോയിന്റ് ബോണസായിട്ട് നമ്മളിവിടെ വെക്കുന്നതാണ്. ക്യാൻ എ മുസ്ലിം മാരി എ ഹിന്ദു? മുസ്ലിമായിട്ടുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ കഴിയുമോ ഇസ്ലാമിൽ? പാടില്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ഫോർ എ മുസ്ലിം മാൻ ടു മാരി എ സൊറാസ്ട്രിയൻ, ഹിന്ദു, കമ്മ്യൂണിസ്റ്റ് ഓർ ഐഡൽ വർഷിപ്പിംഗ് വുമൻ. ഇങ്ങനെയുള്ള ആളുകളെയൊന്നും പറ്റില്ല. എന്താ കാരണം? ഇസ്ലാം പഠിപ്പിക്കുന്നത് ആണ് ആ നിയമം. അതിൽ നിങ്ങൾക്ക് അവിടെ വേറൊരു സംഗതിയാണ്, ഡു നോട്ട് മാരി അൽ മുഷ്രിക്കാത്ത് till they believe and worship Allah alone. And indeed a slave woman who believes is better than a free mushrika even though she pleases you. അതായത് ബഹുദൈവ ആരാധകയായിട്ടുള്ള ഒരു സ്ത്രീ അവളെക്കാൾ നല്ലത് ഒരു അടിമ സ്ത്രീയാണ് എന്ന് പഠിപ്പിക്കുന്ന മഹത്തരമായ മതമാണ് ഇസ്ലാം എന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അടിമ സ്ത്രീ, അവിശ്വാസിനിയായിട്ടുള്ള സ്ത്രീ. ഇനി വേറെയുണ്ട് ഇതുപോലെ ചില സാധനങ്ങൾ. ഇങ്ങനെ എന്താണ് ഇതുപോലെ ബഹുദൈവ ആരാധകയായിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്, അങ്ങനെ കല്യാണം കഴിക്കുന്ന പുരുഷൻ അവനൊരു വ്യഭിചാരിയാണ് എന്ന് പറയുന്ന ആയത്ത് വേറെയുണ്ട്. ഇത്തരം മനോഹരമായ കാര്യങ്ങളാണ് കേട്ടോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊന്ന് സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. ഇനിയിപ്പോൾ പറയാൻ ഇതിനായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. മതം മാറ്റണം ഒരു സ്ത്രീ. ഇനി പുരുഷൻ ആയിട്ടുള്ള അമുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് അമുസ്ലിം പുരുഷനെ കല്യാണം കഴിക്കാം, അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. അതവിടെ വരുന്നില്ല. ഇത് പുരുഷൻ വേഴ്സസ് സ്ത്രീയാണ്. മുസ്ലിം പുരുഷൻ വേഴ്സസ് സ്ത്രീ മാത്രമേ വരുന്നുള്ളൂ. ഒരു മുസ്ലിം സ്ത്രീക്ക് അമുസ്ലിമായിട്ടുള്ള പുരുഷനെ കല്യാണം കഴിക്കാനുള്ള അവകാശമില്ല. അത് ഒട്ടുമിക്ക ഇതുപോലുള്ള ഗോത്രങ്ങളിലുള്ളൊരു നിയമം തന്നെയാണ്. അത് തന്നെ ഇസ്ലാമിലും. കാരണം എപ്പോഴും സ്ത്രീകളെന്ന് പറയുന്നത് ഒരു സ്വത്തായിട്ടും ഇങ്ങനെ പിടിച്ചടക്കപ്പെടേണ്ട ഒരു സാധനം, തങ്ങളിലേക്ക് ചേർക്കേണ്ട ഒരു സാധനമായിട്ടുമാണ് എപ്പോഴും അവിടെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതുകൊണ്ട് മറ്റേ ചോദ്യം പോലും ഇവിടെ വരുന്നില്ല. അവിടെ ആകെ കൂടിയുള്ള ചോദ്യം ക്രിസ്ത്യാനിയോ ജൂതസ്ത്രീയോ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അവിടെ അത് നിൽക്കട്ടെ. ഇനി ജിഹാദ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ജിഹാദ് ഉണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹമാസ് വേഴ്സസ് ഇസ്രായേൽ. അതിൽ ഹമാസ് പറയുന്ന സാധനം എന്താണ്? ഞങ്ങൾ ജിഹാദാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ചെറിയൊരു ഉദാഹരണം, ഇഷ്ടംപോലെ വേറെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളെ ബാംഗ്ലൂരിൽ ഒരു ജിഹാദ് നടന്നു. പിന്നെ ഇപ്പോൾ വേറെയും ഇതുപോലെ പല സാധനങ്ങളും ഇപ്പോൾ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചിലപ്പോൾ പൊട്ടുമായിരിക്കും, പറയാൻ പറ്റില്ല. എൻ്റെ പള്ളയ്ക്ക് ഇനി ആരെങ്കിലും കത്തി കയറ്റിയാൽ അതും ഒരു ജിഹാദായിരിക്കും. കാരണം അപ്പോസ്റ്റേറ്റ്സിനെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ അതവിടെ ഉണ്ട്, അതിനും തെളിവുണ്ട്. അതും നമ്മളുടെ ഈ സിനിമയിൽ കാണിക്കുന്നു. അത് അവിടെ സക്സസ്ഫുള്ളി നമുക്കവിടെ കാണാം. ഇനി കേരള സ്റ്റോറിയിൽ മുസ്ലിങ്ങളായി ജനിച്ച ആളുകൾ ജിഹാദിന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ അവിടെ നിങ്ങൾക്ക് കാണാമല്ലോ. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ ജിഹാദിനൊക്കെ പോകുന്നത് നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അപ്പോൾ അത് അല്ലാതെ നടക്കുന്നുണ്ടോ? അല്ലാതെ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ വായിച്ച വാർത്തയാണ് മാർച്ച് 1 അതിനുശേഷം വേറെ ഉണ്ട് കേട്ടോ. പക്ഷേ വിശദമായിട്ട് വീഡിയോ ചെയ്തൊരു സാധനം. സനാഉൽ ഇസ്ലാം ഫ്രം കേരള അറസ്റ്റഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഫോർ ടൈസ് വിത്ത് ടെറർ ഗ്രൂപ്പ് ISKP ഖൊറാസാൻ ഡിറ്റൈൻ ഇൻ കാൻഡഹാർ ജയിൽ. അവിടെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് മുസ്ലിമായിട്ടുള്ള ആൾ തന്നെയാണ്. ഇത് മതം മാറി വന്നിട്ടുള്ള ആളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. അതും ഇവിടെ നിങ്ങൾക്ക് ഒന്ന് കണ്ടുപോകാം. ഇനി മതം മാറി വന്നവർ ജിഹാദിന് പോകുന്നുണ്ടോ? അത് പോകുന്നുണ്ട്. അതിന് ഏറ്റവും ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള സാധനമാണ് ഈ പറയുന്ന സോണിയ സെബാസ്റ്റ്യൻ. അങ്ങനെ കുറേ ആളുകൾ മതം മാറി വന്ന ആളുകൾ അവർ ജിഹാദിന് പോയി. ഇത് നിങ്ങൾ ആലോചിക്കണം. ഈ സാധനമാണോ നിങ്ങൾ ഈ പറയുന്ന കേരള സ്റ്റോറിയിൽ കണ്ടത്? അതെ, ഇതിൻ്റെ ഒരു വശം തന്നെയാണ് കണ്ടത്. ബാക്കിയുള്ള രീതിയിൽ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടും. എന്തായാലും ഒരു ഉദാഹരണം ഇവിടെ വെക്കുകയാണ്, ഉദാഹരണം വേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട്. ഇനി ഈ സോണിയ സെബാസ്റ്റ്യൻ ജിഹാദിനൊക്കെ പോകുന്നതിന് മുന്നേ മതം മാറിയ സമയത്ത് വിശ്വാസ തീക്ഷ്ണത ഇങ്ങനെ മുറ്റി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുനിയാനൊന്നും പറ്റില്ലായിരുന്നു. കുനിയുമ്പോൾ ഇങ്ങനെ ഈമാനം ഒലിച്ചിറങ്ങുമായിരുന്നു. ആ സമയത്ത് നടത്തിയിട്ടുള്ളൊരു പ്രസംഗം, അതിൻ്റെ കുറച്ച് ഒന്ന് നമുക്ക് കേൾക്കാം. സമയമല്ല, എന്നാലും പെട്ടെന്ന് ഒരു ലേശം ഒന്ന് കേട്ടേക്കാം. സത്യാന്വേഷണത്തിലൂടെ അള്ളാഹുവിന്റെ മതമാണ് മോചനമാർഗമെന്ന് തിരിച്ചറിയുകയും അത് സ്വീകരിക്കുവാൻ ആർജവം കാണിക്കുകയും ചെയ്ത ഒട്ടനവധി പേർ നമുക്കിടയിലുണ്ട്. അവരുടെ അനുഭവങ്ങൾ സത്യവിശ്വാസത്തിന്റെ ഉജ്ജ്വലതയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ഇസ്ലാമിക പ്രബോധനത്തിന്റെ അനിവാര്യത വ്യക്തമാക്കുകയും ചെയ്യും. ഇസ്ലാം ഷഹാദത്തിന്റെ പെണ്ണനുഭവങ്ങളിൽ നിന്ന് ആയിഷ സോണിയ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാമു വസ്സലാത്തു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. I'm a little nervous looking at such a big audience, but I must make use of this opportunity. So here we go. I'm Aisha. My hometown is Ernakulam.
I was born and brought up in a typical Roman Catholic family, a family which goes to church every Sunday. We say the rosary every day, we have our family prayers. ഒരു കാര്യം, അതായത് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടു ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയമായാലും അതുപോലെ ഇങ്ങനെയുള്ള സംഗതികൾ എവിടെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ പേരുകൾ അതധികം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. കൂടുതലും കേൾക്കുന്നത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് അത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഇസ്ലാമിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ അത് ഈ വേദക്കാരാകണം എന്നുള്ളൊരു നിയമം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രയോറിറ്റി എപ്പോഴും വരുന്നത്. അത് ജൂത സ്ത്രീയെ പിന്നെ ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അതൊരു കൈ നോക്കാമായിരുന്നു. ആ കൈ നോക്കലേ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത് വേറെ വിഷയം പോട്ടെ. എന്നാൽ ഇവിടെ അവരേറ്റവും കൂടുതൽ കൈ നോക്കുന്നത് 10 കൈയും നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയായി വരുന്നതിൻ്റെ കാരണം സലഫി ദഅവ ഇൻഫ്ലുവൻസ് നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ നിലനിൽക്കുന്ന ഒരു സ്റ്റാൻഡിങ് ഓർഡർ തന്നെയാണത്. നമ്മളൊക്കെ കേട്ട് പഠിച്ചിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുമ്പോൾ നമ്മളിത് എക്സാജറേറ്റ് ചെയ്യുന്നതാണ്, ഞാനിത് ഇവിടെ നിന്ന് തപ്പിക്കൊണ്ട് വരുന്നതാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ദയവായിട്ട് ക്ഷമിക്കുക. നമ്മൾ കേട്ട് വളർന്ന കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏത് യുക്തിവാദിക്കും ടെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് നാളെ ഒരു കലിമ അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് ഇതേപോലെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഓഫ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു. കാരണം ഈ NIA ഒക്കെ കയറി നിരങ്ങിയതിന് ശേഷം ഇപ്പോൾ ഈ പരിപാടിയൊക്കെ വളരെ ഒളിച്ചും പാത്തുമാണ് നടക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം കാണാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഈ വീഡിയോയുടെ ക്വാളിറ്റി പോലും ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം ഇതൊരു 10-15 വർഷം മുന്നേ നടന്ന കാര്യമാണ് ആ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഈ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ HD ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഇതുപോലെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ അത് ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിലല്ല, വേദക്കാർ എന്നുള്ളൊരു രീതിയിൽ അതവിടെ ഉണ്ട്. നമ്മളെപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് വേദക്കാർക്കാണ് എന്നത് അത് അവിടെ വരുന്നുണ്ട്. നമുക്ക് വേദക്കാരെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു സംഗതിയാണ് നമുക്ക് അവിടെ വെച്ച് തരുന്നത്. അതുകൊണ്ട് അവരെ പ്രേമിക്കുന്നതിൽ തെറ്റില്ല, അവരെ നമ്മൾ ഭാര്യയാക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചിന്ത. മറിച്ച് അവിടെ ഒരു ഹിന്ദു സ്ത്രീ അവരെ നമ്മൾ ഒരു പ്രേമിക്കാൻ നോക്കുമ്പോൾ എപ്പോഴും പിന്നോട്ട് വലിക്കും. അത് കാരണം മതം തന്നെ നമുക്ക് തരുന്നതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ നമ്മളെ മുന്നിൽ പന്നിയിറച്ചി വെക്കുന്നു, പോത്തിറച്ചി വെക്കുന്നു, കോഴിയിറച്ചി വെക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ അതിൽ നിന്ന് പന്നിയിറച്ചി എടുത്ത് ദൂരെ കളയും, ബാക്കി രണ്ടും തിന്നും. കൈകൊണ്ട് പോലും തൊടൂല, അതിങ്ങനെ തട്ടിത്തെറിപ്പിക്കുക ചെയ്യുക. ആരാണ് അവന് അത് പറഞ്ഞു കൊടുക്കുന്നത്? അത് പറഞ്ഞു കൊടുക്കുന്നത് അവൻ്റെ മതബോധമാണ്. ഓക്കെ, പന്നിയിറച്ചി ഹറാമാണ്, ബാക്കിയുള്ള രണ്ടും കഴിക്കാം. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം, നിങ്ങളുടെ മുന്നിൽ ഒരു പ്ലേറ്റിൽ പന്നിയിറച്ചിയും പോത്തിറച്ചിയും കോഴിയിറച്ചിയും വെക്കുമ്പോൾ അതിൽ പന്നി തിന്നരുത്, ബാക്കി രണ്ടും തിന്നാം എന്ന ആ നിയമം അത് ബാഹുബലി 1 തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന സംഗതിയാണ്. എന്നാൽ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഒരു ക്രിസ്ത്യാനി, ഒരു ജൂത സ്ത്രീ, ഒരു ഹിന്ദു സ്ത്രീ അങ്ങനെ വെച്ച് നിങ്ങളുടെ മുന്നിലേക്ക് തരുമ്പോൾ അതിൽ ഹിന്ദു സ്ത്രീയെ തട്ടിക്കളഞ്ഞ് ബാക്കിയുള്ള രണ്ടിനെയും തിന്നാം എന്ന് പറയുന്ന ആ പഠനം, ആ ഒരു അധ്യാപനം അത് ബാഹുബലി 1 ഉള്ളത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ബാഹുബലി 2 വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബാഹുബലി 1 അവസാനമൊക്കെ ആകുമ്പോഴേക്കാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ബാഹുബലി 1 ഒരു പകുതി ആകുമ്പോൾ തന്നെ കാക്കാമാരൊക്കെ ഉറക്കം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇതൊന്നും അവർക്ക് അറിയാൻ കഴിയില്ല, അവർക്ക് ആ നിയമം അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പല നിയമം പറയും, പിന്നെ ഇതൊക്കെ ഇസ്ലാമിലില്ലാത്ത സാധനം നീ എവിടെ നിന്നോ കണ്ടുപിടിച്ച് പറയണതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അഴകുഴമ്പൻ മുസ്ലിങ്ങൾ കാക്കാമാരുടെ പ്രശ്നമാണത്. നിങ്ങളിത് മുഴുവൻ പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പഠിച്ച ആളുകൾ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക. അപ്പോൾ ഇത് ഈ ലെവലിലുള്ള ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസിലേക്ക് വരുമ്പോഴാണ് ഇത് വരിക, ഇങ്ങനെയുള്ള ഒരു ചിന്ത. മുസ്ലിങ്ങളെ കെട്ടാമെന്നുള്ളത് സംബന്ധിച്ച് പിന്നെ വേറെ പ്രത്യേകിച്ച് ചോദ്യം പോലും വരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ക്രിസ്ത്യാനി, ഒരു ജൂത സ്ത്രീ, ഒരു ഹിന്ദു വനിത നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രേമിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എങ്ങനെയാണോ പന്നിയിറച്ചി തള്ളിക്കളഞ്ഞത് അതേപോലെ നിങ്ങൾ തള്ളിക്കളയും ഹിന്ദു സ്ത്രീയെ. കാരണം എന്താണ്? അത് വേദക്കാരിയല്ല എന്നതാണ് അവിടുത്തെ ഉത്തരം. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ലവ് ജിഹാദിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചട്ടക്കൂടോ അതിനെക്കുറിച്ചുള്ള വലിയ എന്തെങ്കിലും അധ്യാപനമൊന്നും വേണ്ട. ഈ നിയമം അറിഞ്ഞാൽ മതി. ഇതിന് ലവ് ജിഹാദ് എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആരൊക്കെയാണ് ഹലാൽ, ആരൊക്കെയാണ് ഹറാം എന്ന് പഠിപ്പിക്കുന്നിടത്ത് പറഞ്ഞു വെക്കുന്ന കാര്യമാണത്. ഈ നിയമം അറിയുന്ന ആളുകളെ നിങ്ങൾക്ക് എന്ത് വേണേലും പേരിട്ട് വിളിക്കാം. തീവ്രവാദി മുസ്ലിം എന്ന് വിളിക്കാം, ഇസ്ലാം പഠിച്ച മുസ്ലിം എന്ന് വിളിക്കാം, ഇഗ്നറൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് എൻലൈറ്റഡ് ആയിട്ടുള്ള മുസ്ലിം എന്ന് നിങ്ങൾക്ക് വിളിക്കാം, ഇസ്ലാമിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച്. അപ്പോൾ ആ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നത്തെ കാര്യമാണ്, അത് നമുക്ക് പറയാം, ബാക്കി കേൾക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും നിങ്ങൾ കേൾക്കേണ്ട പേര് അത് സോണിയ സെബാസ്റ്റ്യൻ എന്ന് തന്നെയാണ്. എന്താണ് ആയിഷ സോണിയ എന്നൊക്കെയുള്ള പേരായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് കാത്തലിക് ക്രിസ്ത്യൻ ആയിരുന്നാണ് ഇവർ പറയുന്നത്. But from childhood, I had a lot of doubts about religion. I used to keep questioning.
I used to question about Trinity. You know Trinity. There's one God, but three people in God: Father, Son, Holy Spirit. It never made sense to me. ഓക്കെ, Also, if we do some sin, ഞാൻ സ്കിപ്പ് ചെയ്യാണ്. so many people, I attended some retreats also. You must have heard about Divine Retreat Center. It's many gods. And Islam. What do you think I thought of Islam? Islam. No way. No way. Islam, according to me, my family, people in my area, was a religion of terrorists, women oppressors, wife beaters, people who marry many wives, violent people. And I grew up in Bahrain, so there are a lot of Shias. And on Muharram first, on the day 10th, we see them beating their backs with whips, oozing blood out of their backs, out of their bodies. So because of all this, Islam had a very negative image in my mind. Even in my family, they think that Islam, the Muslims are very unclean. For example, our first floor, we wanted to give it on rent. So two families came. One was a Muslim family. They came with their full advance. Then another family came, a Hindu Brahmin family. They couldn't really afford it. They couldn't afford the rent. But my parents reduced the rate and gave them. Because they said Muslims are very unclean people. I don't know where this concept came from in their minds, but that's what they think. And so this is what I thought about Islam. Very, very, very negative. And then finally, China, from any part of the world, 1,000 years back, 500 years back, it'll all be the same. Every letter, ditto, no change. Nothing has changed. This is our first life, the short life, which will decide where we will go in the Akhirah, Jannah or Jahannam. So in this short life, we have to abide by the commands of Allah and not think about what other people think of you. This whole life is a test. I was also tested a lot. It is not very easy to change your religion. It was very difficult at home. I had to break my mother's heart, my father's heart, all their expectations. My dad, he loved me a lot. My mother, she loved me a lot. I broke their heart. But what matters most is Allah. Allah. And ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, കാണാം. ഞാനിവിടെ ജസ്റ്റ് ഇട്ടത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ എന്താ പറയുന്നത്, ഈ സിനിമയിൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നു, ഒരു കൺവേർഷന് വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് അവർ ഇസ്ലാമിലേക്ക് ആകർഷത തോന്നി, അതിലേക്ക് എത്തിപ്പെട്ട് അതിൽ ജീവിച്ച് അതിലൊരു വലിയ ഒരാളായിട്ട് മാറി. എന്നിട്ട് ആൾ ട്രിക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കബളിപ്പിച്ചാണ് ഈ ജിഹാദി ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗതി അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു രീതി. ആ സംഗതി ഡെപ്പിക്റ്റ് ചെയ്ത് വന്നപ്പോൾ അത് വേറെ രീതിയിലായി എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതൊരു ട്രൂ സ്റ്റോറി ബേസ്ഡ് ഈ ആളുടെ തന്നെയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഇതും അതും തമ്മിലുള്ളൊരു വ്യത്യാസം അവിടെ ഉണ്ട്. കാരണം ഇതേ സ്ത്രീ പിന്നീട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സമയത്ത് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നൊരു ഘട്ടം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കേട്ടല്ലോ, മുസ്ലിങ്ങളെക്കുറിച്ച് പൊതുവെയുള്ള ചിന്താഗതി എന്ന് പറയുന്നത് ദേ ആർ ടെററിസ്റ്റ്, ദേ ആർ ഇൻ ടു ഇങ്ങനെയുള്ള വളരെ വയലൻസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് അതൊന്നും അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഞാൻ ഇസ്ലാമിലേക്ക് വന്നു വെട്ടു എന്ന് പറഞ്ഞാൽ അവസാനം എത്തിപ്പെട്ടത് എവിടെയാണ്? ഇതേ വയലൻസിലും ഇതേ ടെററിലും തന്നെ ആണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടതിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കവിടെ പിന്നീട് കാണാം. ഇനി അതിൽ ആ രണ്ടാമത്തെ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട്, അത് അപ്പോൾ നമുക്ക് പറയാം. ഇനി ഇതിൽ 9ാമത്തെ ചോദ്യം, ആണുങ്ങൾ ജിഹാദിന് സ്വയം തീരുമാനമെടുത്ത് പോകുന്നുണ്ട്. അതിനുള്ള തെളിവാണ് അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഐസിസിൻ്റെ ഇന്ത്യയിലെ കേരള മലയാളിയാണ് കേട്ടോ. ഇഷ്ടംപോലെ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഇവിടെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഇതുപോലെ മതം മാറി കൺവേർട്ട് ചെയ്യുന്ന സോണിയ സെബാസ്റ്റ്യൻ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതുപോലെ ഒരു മതം മാറിയ ആളെയാണ് കല്യാണം കഴിച്ചത്. ഇനി ഈ ചങ്ങാതി എന്താണ് പറഞ്ഞു വെക്കുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള വാർത്ത എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അത് നമുക്കൊന്ന് കേൾക്കാം. 2016 IS ചേരാനെ കാസർഗോഡ് പടവിൽ നിന്ന് പോയൊരു ചെറുപ്പക്കാരൻ നാട്ടിലുണ്ടായിരുന്ന തന്റെ സഹോദരിയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സമൂഹ മാധ്യമ ഇടങ്ങൾ മുടങ്ങാതെ ഫോളോ ചെയ്യണമെന്നാണ്. അതിലൂടെ ആ പെൺകുട്ടിയെയും അവളുടെ കൂട്ടുകാരെയും വരെ ആ സംഘടന ലക്ഷ്യമിട്ടു. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മലയാളത്തെ അല്ലെങ്കിൽ മലയാളികളെ ഇത്ര അധികം ടാർഗറ്റ് ചെയ്ത വേറൊരു സംഘടനയും ഉണ്ടായിട്ടില്ലെന്ന്. ഏത് മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഈ നാട്ടിൽ ശരാശരി വരുമാനക്കാരനെ മാത്രമല്ല, അതിന് താഴേക്ക് ജീവിത നിലവാരം മലയാളികളെ എന്ന് പറയുമ്പോൾ ഈ മലയാളികൾ ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് തന്നെയാണ്
ഇതിന് കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പേരിടേണ്ടി വന്നത്? ഇത് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ടെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മൾ കണക്കിലെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ഈ റിക്രൂട്ട്മെൻറ്റ്സ് നടത്തിയതും അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുപോലെ ഈ ജിഹാദി മേഖലയിലേക്ക് പോയിട്ടുള്ളതിൻ്റെ നമ്പർ അത് 0 അല്ലല്ലോ. ആ 0 അല്ല എന്നുണ്ടെങ്കിൽ എത്രയാണ് ആ നമ്പർ എന്നുണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അത് എന്തുകൊണ്ടാണ് ഈ ജിഹാദി മേഖലയിലേക്കുള്ള ഈ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഇങ്ങനെ അങ്ങനെയല്ല എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബാക്കി കേൾക്കാം. കുടുംബങ്ങളിൽ പോലും സ്മാർട്ട് ഫോൺ ഒന്നെങ്കിലും കാണാതിരിക്കാൻ സാധ്യതയില്ലാത്ത സാമൂഹ്യ സാഹചര്യത്തിൽ ചെറുപ്പക്കാരിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കാൻ ഇതൊക്കെയാണ് വഴികളെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞായിരുന്നു നീക്കങ്ങളെല്ലാം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്, അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക, എന്താണ് അവരെ ഗ്യാതറിംഗ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്, എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ. ഹിജ്റ ചെയ്ത് അഥവാ നാട് വിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് നാട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ ചില സിമ്പിളായ വഴികൾ അഫ്ഗാനിലിരുന്ന റാഷിദ് അബ്ദുള്ള ഉപദേശിച്ച ഒരു ഭാഗമാണ് ഈ കേട്ടത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കൺവേർട്ട് ചെയ്ത് വന്ന ആളല്ല. ഇദ്ദേഹം ജന്മന മുസ്ലിമായിട്ടുള്ള ഒരാളാണ്. അബ്ദുൾ റാഷിദ് അബ്ദുള്ള. ഇദ്ദേഹം കൊല്ലപ്പെട്ട സമയത്താണ് ഇയാളുടെ ഭാര്യ നമ്മളുടെ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇനി അടുത്ത ചോദ്യം, പെണ്ണുങ്ങൾ ജിഹാദിന് സ്വയം തീരുമാനമെടുത്ത് പോകുന്നുണ്ട്, തെളിവും ഉണ്ട്. അതിന് ഏറ്റവും മികച്ച തെളിവാണ് നമ്മളുടെ ഹാദിയ. അപ്പം നിങ്ങൾ പറയും ഹാദിയ പോയില്ലല്ലോ എന്ന് നിങ്ങൾ പറയും. ഈ ഹാദിയയുടെ വീട്ടിൽ നേരിട്ട് പോവുകയും അവരുടെ ആ രീതികളും കാര്യങ്ങളും എന്താണ് സംഭവിച്ചെന്നുള്ളത് നേരിട്ട് എനിക്ക് അറിയണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയതിൻ്റെ പേരിൽ നേരിട്ട് പോയി അന്വേഷിച്ചു. അവരുടെ കഥ മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ എന്നിട്ട് അച്ഛനോട് ഞാൻ ചോദിച്ചു, ഹാദിയയുടെ അച്ഛൻ, അതായത് അഖിലയുടെ അച്ഛൻ എന്താണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഇത്രയും നേരം ഈ കഥ മുഴുവൻ പറഞ്ഞു, ഇതിലെവിടെയാണ് ലവ് ജിഹാദ് എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ലവ് ജിഹാദ് എവിടെയാണെന്ന് എനിക്കും അറിയില്ല എന്നാണ് പുള്ളിക്കാരനും പറഞ്ഞത്. ഇത് ലവ് ജിഹാദ് അല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ അഖിലയുടെ വിഷയം ഈ മതം മാറി എന്നുള്ളതും ഇങ്ങനെ പോകാൻ പോകുന്നു എന്നൊക്കെയുള്ള വിഷയം ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന വിഷയത്തിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ് അത് നിങ്ങൾ അറിയണ്ടേ. അതായത് അച്ഛനും അമ്മയായിട്ട് സാധാരണ ഇടപെടുന്ന പോലെ ഇടപെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു ദിവസം വിളിച്ചപ്പോൾ അഖില അച്ഛനോട് പറയാണ്, അച്ഛാ ഞാൻ ഈ ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആട് എന്നുള്ള വാക്ക് വന്നപ്പോൾ അശോകൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ വീട്ടിൽ പോയപ്പോൾ കണ്ടിട്ടുള്ളൊരു കാഴ്ച, 60-70 സെൻറ്റ് സ്ഥലം ഭൂമി അവിടെ ഉണ്ട്, കാട് പിടിച്ച് കിടക്കുന്ന ഒരു ചെറിയ വീട്, അവർക്ക് ഇഷ്ടംപോലെ സ്ഥലവും പറമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എടുത്ത വഴിക്ക്, അതിന് മോളെന്തിനാ നീ ആട് മേയ്ക്കാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടത്, മോള് വീട്ടിലേക്ക് വന്നോ, വീട്ടിൽ ഞാനിവിടെ ആടിനെ വാങ്ങിച്ച് തരാലോ, ഇവിടെ നിനക്ക് നിൽക്കാലോ ആടിനെ നോക്കിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞത് തമാശയാക്കി അങ്ങ് വിട്ടു. കാരണം അശോകൻ ചേട്ടൻ ഈ ആട് മേയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. സംഗതി ഈ ദമ്മാജ് സലഫി അവരുടെ രീതിയാണത്. അതായത് നമ്മളുടെ യമൻ, സിറിയ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കുന്നതിന് വേണ്ടി പലിശയിൽ നിന്നും അതുപോലെയുള്ള ശിർക്ക്, അതുപോലെയുള്ള മറ്റ് ഹറാമി ആയിട്ടുള്ള എല്ലാ സാധനത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഈ കറൻസി ഇടപാടുകൾ പോലും ഹറാമായതുകൊണ്ട് അതൊന്നുമില്ലാതെ ജീവിക്കാൻ വേണ്ട ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ ആട് ജീവിതം അത് നയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് ഈ പറഞ്ഞത്. പക്ഷേ നമ്മളെ പാവം അശോകൻ ചേട്ടനത് മനസ്സിലായില്ല. അശോകൻ ചേട്ടൻ തൻ്റെ സുഹൃത്തായ ഒരാളോട് ഇത് ഷെയർ ചെയ്തു, ഇങ്ങനെ മോള് വിളിച്ച ആടിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വീണ്ടും അവിടെ ഒരു ബൾബ് കത്തുകയാണ്, ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ രണ്ടാമത് വിളിക്കുമ്പോൾ ഒന്ന് അത് റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് അത് ഇയാളെ കേൾപ്പിക്കുന്നു. അങ്ങനെ കേട്ട സമയത്താണ്, ഇത് എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണ്, കേൾക്കുന്ന സമയത്താണ് അയാൾ പറയുന്നത് ഇത് സംഗതി വേറെയാണ്, ഇത് ഗുരുതരമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണ് പിന്നീട് കാര്യങ്ങൾ അവിടെ മറിഞ്ഞ് കാര്യം ഈ ഷെഫിൻ ജഹാനിലേക്ക് എത്തുന്നതും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ വാക്കുകളിലേക്ക് പോലെ എത്തുന്നത് അപ്പോഴാണ്. അവിടെ ഈ കുട്ടി അപ്പോഴേക്കും മതം മാറുക മാത്രമല്ല, ഇതിൽ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും, നമ്മൾ നേരത്തെ ഈ പ്രസംഗത്തിൽ അവിടെ സോണിയ സെബാസ്റ്റ്യൻ നിന്ന് പ്രസംഗിക്കുന്ന പോലെ അത്രയും കൺവിക്ഷനോട് കൂടി അതിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. ഈമാൻ അങ്ങ് മൂത്തുപഴുത്ത് നിൽക്കുകയായിരുന്നു ഈ അഖിലേക്ക്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഞാൻ അശ്വൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അഖിലയുടെ അടുത്ത് നമ്പർ തന്ന് നമുക്ക് സംസാരിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുക, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇതുവരെ തയ്യാറായിട്ടില്ല, ആൾ നമ്പർ തന്നിട്ടില്ല. കാരണം ആൾക്ക് വേണ്ട. കാരണം ഇപ്പോൾ ഒരു കോഗ്നിറ്റീവ് ഡിസൊണൻസ് ആ ഒരു സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആൾ പഠിച്ചതും മനസ്സിലാക്കിയതല്ല ഇപ്പോൾ എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ അതിനി പുറത്ത് വന്നു കഴിഞ്ഞാൽ ആകെ നാറ്റപ്പൂറ്റ കേസാവും. കാരണം ഇവിടെ ഇതും പറഞ്ഞിട്ട് സുഡാപ്പികൾ കുറേ പിരിവൊക്കെ നടത്തിയതാണ്. ഇനി എന്ത് ചെയ്യും? അതാണ് അവിടുത്തെ അവസ്ഥ. മല്ലയ്യ ആകെ തലേ കൈയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം. ഇതിൽ
എവിടെയും നിങ്ങൾക്ക് ലവ് ജിഹാദ് കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ലവ് ജിഹാദ് അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ഷെഫിൻ ജഹാൻ എന്ന ചോദ്യം വരും. ഷെഫിൻ ജഹാൻ എപ്പോഴാണ് വരുന്നത്? ഈ അഖില തിരിച്ച് വീട്ടിലേക്ക് വരാതെ ഇരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആള് ഈ ശ്രീലങ്ക വഴി ഇങ്ങനെ നാട് കടക്കാനുള്ള ആ പദ്ധതി അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തടയിടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ടൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയാണ്. ആളെ ഇങ്ങനെ ആരൊക്കെയോ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആരാ തടഞ്ഞു വെച്ചിരിക്കുന്നത്? നമ്മളുടെ ഈ കേരള സ്റ്റോറിയിൽ ഒരു കഥാപാത്രമുണ്ട്, ഒരു മുസ്ലിം തട്ടോട്ടുള്ള ഒരു പെൺകുട്ടി. അവിടെ ഹോസ്റ്റലിൽ ഒക്കെ കാണുന്നു, അവരെ വീട്ടിലേക്ക് പോകുന്നു, അവർ സൽക്കരിക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. സമാനമായ ഒരു ക്യാരക്ടർ അഖിലയുടെ ജീവിതത്തിലുണ്ട്. അതൊരു പൊന്നാനിക്കാരിയായിട്ടുള്ളൊരു ലേഡിയാണ്. അവർ നമ്മളുടെ ആ സലഫി സെൻറ്റർ പോലെ അവിടെ പ്രവർത്തിക്കുന്ന നമ്മളുടെ സത്യസരണി എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഉള്ള ഇതേ സ്റ്റാഫ് അവരായിരുന്നു അഖില ഹാദിയെ ഈ മതത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമയിലുള്ള ആ ക്യാരക്ടർ മലപ്പുറത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് അതിനെ റദ്ദാക്കാൻ കഴിയുക? മലപ്പുറത്തുള്ള പെണ്ണ് തന്നെയാണ് അഖില ഹാദിയെ ഈ കുരുക്കിൽ ചാടിച്ചത്. അത് അവിടെ നിങ്ങൾക്ക് കാണാം. പക്ഷേ സിനിമയിലേക്ക് വന്നപ്പോൾ സോണിയ സെബാസ്റ്റ്യൻ്റെ വിഷയം, അഖില ഹാദിയുടെ വിഷയം, അങ്ങനെ പല പല സംഗതികൾ എലമെൻറ്റ്സ് കോർത്തിണക്കിയാണ് ഒരു കഥയാക്കി, ഒരു ഡ്രാമയാക്കി, ഒരു പ്രൊപ്പഗൻഡ മൂവിയാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചത്. ഇത് ഒരു ഡോക്യുമെൻ്ററി അല്ല എന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ്. ഇതൊരു ഡ്രാമയാണ്, അവർ തന്നെ അവകാശപ്പെടുന്ന കാര്യമാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു പിമ്പിങ് ഏജൻറ്റ്, ഒരു ജിഹാദി ദഅവ പിമ്പ്, അത് ഈ മേഖലയിലൊക്കെ ഉണ്ട് എന്നുള്ളത് അത് കേരള സ്റ്റോറിയിൽ മാത്രമല്ല. കാലിഫേറ്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടു നോക്കൂ, അതിനകത്തുണ്ട് ഒരു പിമ്പ്. അതിനകത്തെ പിമ്പ് എന്ന് പറയുന്നത് ഒരു പുരുഷനാണ്, ഒരു അധ്യാപകനായിട്ട് അവിടെ ഇടയിൽ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട്. അവരാണ് ഈ കണക്ഷൻസ് ഉണ്ടാക്കി വെക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അവരുടെ മുകളിൽ അവർക്ക് എത്രത്തോളം റീച്ച് ഉണ്ടെന്നുള്ളത് അത് ഓരോ കേസ് ബൈ കേസ് വേരി ചെയ്യുന്നു. ഇവിടെ ഈ സ്ത്രീക്ക് അറിയില്ലായിരുന്നു ഇത് എവിടെ വരെ പോകുന്നുള്ളത്. പക്ഷേ അവരുടെ ഡ്യൂട്ടി ഈ ഹാദിയെ ഈ സ്ഥാപനം നോക്കി നടത്തുക, ഇവർക്ക് വേണ്ട മതപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക, മതത്തിലേക്ക് കൊണ്ടുവരിക, കൺവേർഷൻ നടത്തുക. അങ്ങനെ ഒരാളെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കാശ് വാങ്ങിച്ചെടുക്കുക, ഇതായിരുന്നു അവരുടെ പരിപാടി. ഇതവരവിടെ ചെയ്തു. അതാണ് ഇവിടെ നടന്നത്. പക്ഷേ അപ്പോഴേക്കും കൈവിട്ടു പോയി. ഈ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ ഇവിടെ വിശ്വാസം അവിടെ ഉറച്ചു പോകുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഷ്ടിച്ചാണ് സത്യത്തിൽ ഈ ജിഹാദി മേഖലയിലേക്ക് പോകുന്നതിൽ നിന്നും രക്ഷപ്പെട്ടത്. കാരണം ആ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തപ്പോൾ ഉടനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം പുരുഷനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് അവർ തമ്മിൽ ഇനി ആയിക്കോളും എന്ന രീതിയിലേക്ക് അതിനെ തടയിടാൻ വേണ്ടിയിട്ട് നിയമത്തിലെ പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് ഷെഫിൻ ജഹാനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഷെഫിൻ ജഹാൻ്റെ പൂട പോലും ഇപ്പോൾ കാണുന്നില്ല എന്നും നമ്മൾ അറിയുന്നു. കാരണം എന്താണ്? അവൻ്റെ റോള് കഴിഞ്ഞു, ഇനി അവൻ്റെ വഴിക്ക് പോകാം, അവൻ മറ്റേ മുത്തലാഖും ചൊല്ലി നടക്കുകയാണ്. അതാണ് അവസ്ഥ. അതാണ് ഇതിൽ സംഭവിച്ചത്. കാരണം ഇത്രയേ ഉള്ളൂ അവൻ്റെ റോള്. ആ ഹേബിയസ് കോർപ്പസിനെ അവിടെ തടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു കരുവായിരുന്നു ഈ പറയുന്ന ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന വ്യക്തി. അതിനപ്പുറത്തേക്കൊരു റോളും ഇല്ല. അവർ തമ്മിൽ പ്രേമമില്ല, ബന്ധമില്ല, ലവ് ഇല്ല, ജിഹാദും ഇല്ല. ആ കൂടി ഉള്ളത് ജിഹാദ് മാത്രമാണ്, ലവ് ജിഹാദില്ല. ആ ജിഹാദ് എന്ന് പറയുന്നത് അഖിലയുടെ മനസ്സിലാണ്. അഖിലയ്ക്കായിരുന്നു അങ്ങോട്ട് പോകേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ പോയിട്ടുള്ള മനുഷ്യനാകണം ഈ പറയുന്ന ഷെഫിൻ ജഹാൻ. ആളുടെ പൊടി പോലും കാണാനില്ല എന്നാണ് അറിയുന്നത്. ഇനി കിട്ടിയാൽ അറിയാം എവിടെ നിന്ന് പൊട്ടി, അല്ലെങ്കിൽ പൊട്ടിയിൽ കൈയും കാലും ഉണ്ടോ, ജീവനോടെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പിന്നെ അറിയാം. അതാണ് അവസ്ഥ. അപ്പോൾ ഇത് പെണ്ണുങ്ങൾ ജിഹാദിന് സ്വയം തീരുമാനമെടുത്ത് പോകുന്നതിൻ്റെ തെളിവ്, അത് ഒന്നാമത്തെ തെളിവാണ് ഈ അഖില ഹാദിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇടനിന്ന് ആ ഒരു ജിഹാദി പിമ്പ് അല്ലെങ്കിൽ ദഅവ പിമ്പ് അത് ഇതിനകത്തുണ്ട്. അതിനുള്ള ഒരു ചിത്രീകരണം നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാം. അതും ഈ സിനിമയിലുണ്ട്. ഇനി ജിഹാദിന് പോകാൻ താല്പര്യമില്ലാത്ത മുസ്ലിമായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവളെ പ്രണയം നടിച്ച് കല്യാണം കഴിച്ച് എന്നിട്ട് അവൾ അറിയാതെ അവളെ ജിഹാദി മേഖലയിലേക്ക് കടത്തിക്കൊണ്ട് പോയതിന് തെളിവുണ്ടോ? അതിന് തെളിവില്ല. അത് മുസ്ലിമായിട്ടുള്ള സ്ത്രീയെ പോലും പ്രണയം നടിച്ച് കല്യാണം കഴിച്ച് ജിഹാദി പ്രവർത്തനത്തിന് ആളെ കൂട്ടാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം അവിടെ സെക്ഷൽ പ്രിഡേഷൻ നടത്തിയിട്ട് കൊണ്ടുപോയിട്ടുള്ളതിന് തെളിവുണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ട്. പ്രണയം നടിച്ച് ഈ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോകുന്നതല്ല. അപ്പോൾ അതിന് മുന്നേ നടക്കുന്ന സംഗതി കല്യാണത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഈ സെക്ഷൽ പ്രിഡേഷനാണ്. വേറെ വഴിയില്ല, ഇനി കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സംഗതി വരുമ്പോൾ അത് അവിടെ നടക്കുന്നു. അത് ഇൻ്റർനാഷണലി തന്നെ ഇഷ്ടംപോലെ തെളിവുള്ളതാണ്. പക്ഷേ ഈ സംഗതി ഇവിടെ സെക്ഷൽ പ്രിഡേഷനൊന്നും ഇല്ലാതെ മാന്യമായ പ്രണയം, നമ്മൾ പറയാറുള്ള ആ ഒരു ദിവ്യ പ്രണയം എന്നുള്ള രീതിയിൽ ഒരു ചൂഷണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതിയൊന്നും ഇല്ലാതെ വളരെ മാന്യത കാണിച്ചുകൊണ്ടുള്ള ഒരു നല്ല ബന്ധം എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രണയത്തിലൂടെ ഒരാളെ ഇവിടെ പറ്റിക്കുന്നൊരു പരിപാടി, അത്
അല്ല ഇവിടെ നടക്കുന്നത്, അതല്ല ഇവിടെ കാണാൻ കഴിയാതെ, അതിനുള്ള തെളിവ് ഇവിടെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഇനി അതേപോലെ ജിഹാദിന് പോകാൻ താല്പര്യമില്ലാത്ത അമുസ്ലിമായ ഒരു സ്ത്രീയെ പ്രണയം നടിച്ച് കല്യാണം നടക്കണമെങ്കിൽ മതം മാറണമെന്ന നിബന്ധന വെച്ച് എന്നിട്ട് മതം മാറ്റി കല്യാണം കഴിച്ച് എന്നിട്ട് അവൾ അറിയാതെ അവളെ ജിഹാദി മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുപോയതിന് തെളിവുണ്ടോ? അതിനും തെളിവില്ല. അവിടെയാണ് ഈ കേരള സ്റ്റോറി ഫെയിലാവുന്നത്. കാരണം ഇതാണ് സത്യത്തിൽ ഈ ലവ് ജിഹാദ് എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇതിനു വേണ്ടിയാണ് അതിനകത്ത് അവർ എടുത്തു വെച്ച ഉദാഹരണങ്ങൾ അവിടെ നമ്മളെ മുന്നിലേക്ക് വെച്ചത്. അതിൽ അഖില ഹാദിയ ലവ് ജിഹാദ് അല്ല, സോണിയ സെബാസ്റ്റ്യൻ ലവ് ജിഹാദ് അല്ല. അതിനകത്ത് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ ആളെയും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ലവ് ജിഹാദ് അല്ല. അവരെ കബളിപ്പിച്ചല്ല കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയത്, അതിനു വേണ്ടിയല്ല അവിടെ പ്രണയം നടിച്ചത്. സത്യത്തിൽ അവർക്ക് വിശ്വാസമാണ് ആദ്യം തലയിൽ കയറിയത്. അങ്ങനെ വിശ്വാസം വന്നു കഴിയുമ്പോൾ കൃത്യമായ ഒരു മുസ്ലിമിൻ്റെ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് ജിഹാദിന് പോകണമെങ്കിൽ അതിനും പോകണമെന്നുള്ളൊരു നിശ്ചയം വരുമ്പോൾ എന്നാ നമുക്ക് പറ്റിയ ഒരാളെ ഉണ്ടെങ്കിൽ കൂട്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് പോയ ആളുകളാണ് സോണിയ സെബാസ്റ്റ്യൻ, എന്ന് പറഞ്ഞ് പോകാനിരുന്ന ആളാണ് അഖില ഹാദിയ. അങ്ങനെ പോയ ആളുകളാണ് ബാക്കിയുള്ള ആളുകളെല്ലാം. ഇനി ജിഹാദിന് പോകാൻ താല്പര്യമുള്ള മുസ്ലിമായ ഒരു സ്ത്രീ സമാന ചിന്താഗതിക്കാരനായ പുതിയതായതോ അല്ലെങ്കിൽ പഴയതായ ഒരു മുസ്ലിം, അതായത് പുതു മുസ്ലിമോ അല്ലെങ്കിൽ ജന്മനാ മുസ്ലിമായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരു പുരുഷനെ കണ്ടെത്തിയിട്ട് എന്നിട്ട് അയാളെ കല്യാണം കഴിച്ചിട്ട് എന്നിട്ട് അവർ ഒരുമിച്ച് ജിഹാദി മേഖലയിലേക്ക് പോയതിന് തെളിവുണ്ടോ? തെളിവുണ്ട്. പക്ഷെ അതാണോ നമ്മളെ സിനിമയിൽ? അതുമല്ല. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഷമീമ ബീഗം. ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ഈ കുട്ടിക്ക് തലയിലേക്ക് ജിഹാദ് വരുന്നു, വളരെ ചെറിയ പ്രായത്തിലാണ്, 19-18 വയസ്സുള്ള സമയത്ത്. എന്നിട്ട് ജിഹാദി ചിന്ത വരുന്നു, ഒരു കല്യാണം കഴിക്കുന്നു, എന്നിട്ട് നേരെ പോവാണ് സിറിയയിലേക്ക്. ബ്രിട്ടീഷ് പൗരയായിരുന്നു ഇവർ ആ സമയത്ത്. അങ്ങനെ അവർ പോകുന്നു. അങ്ങനെ പോയി അവസാനം അവിടെ ചെന്ന് ഗർഭിണിയാവുന്നു, കുട്ടിയാവുന്നു, പിന്നെ ആകെ പ്രശ്നം, ഭർത്താവ് ചാവുന്നു. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ നിലവിളി. ഇപ്പോൾ അത് തിരിച്ച് UK വരണം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, അത് നിരസിച്ചു. എവിടെയാണുള്ളത് അവിടെ തന്നെ കഴിഞ്ഞു എന്നും പറഞ്ഞ് ഇപ്പോൾ സിറിയയിൽ അവിടെ ആ ജിഹാദി മേഖലയിൽ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതെന്താണ്? ഇത് ജിഹാദിന് പോകാൻ താല്പര്യമുള്ള മുസ്ലിമായ ഒരുവൾ പോകാൻ ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട്, ജിഹാദിന് പോകുമ്പോൾ അതുണ്ട് കേട്ടോ, സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, ഒരു ആൺ തുണ വേണം, മഹറം വേണമല്ലോ, ഇസ്ലാമിലെ നിയമമാണ്. അങ്ങനെ സമാനമായ ഒരു ചിന്താഗതിക്കാരനായ ഒരു മുസ്ലിം ആളെ കണ്ടെത്തി എന്നിട്ട് കല്യാണം കഴിച്ച് പോയി. ഇതിപ്പോൾ ആളുടെ ചിത്രം. ഉദാഹരണം വേണ്ടവർക്ക് ഉദാഹരണം എടുത്തോളൂ. ഇനി മറ്റൊരു ഉദാഹരണം, ജിഹാദിന് പോകാൻ താല്പര്യമുള്ള അമുസ്ലിമായിരുന്ന എന്നാൽ പുതുതായി മുസ്ലിമായ ഒരുവൾ സമാന ചിന്താഗതിക്കാരനായ പുതിയതോ പഴയതോ ആയ ഒരു മുസ്ലിം പുരുഷനെ കണ്ടെത്തിയിട്ട് എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് എന്നിട്ട് അവർ ഒരുമിച്ച് നമുക്ക് ടൂറ് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ജിഹാദി മേഖലയിലേക്ക് പോയതിന് തെളിവുണ്ടോ? തെളിവുണ്ട്. അതാണ് ഈ കാണുന്ന തെളിവുകൾ. ആയിഷ, ഫാത്തിമ, പിന്നെ സോണിയ, പിന്നെ അങ്ങനെ നിമിഷ ഫാത്തിമ, അങ്ങനെ പല പല പേരുകൾ നിങ്ങൾ കേട്ട് കാണും. എല്ലാത്തിൻ്റെ അറ്റത്ത് ഒന്നെങ്കിൽ ഫാത്തിമ അല്ലെങ്കിൽ ഇതൊക്കെയാണല്ലോ. ഇതാണ് അവിടെ ഇരിക്കുന്നത്. ഇവരെന്താ ചെയ്തത്? ഇവരെ ആരും പ്രണയത്തിൽ കുടുക്കിയിട്ടല്ല കൊണ്ടുപോയത്. ഇവരെ ആരും ഇവിടെ സെക്ഷൽ പ്രിഡേഷൻ നടത്തിയിട്ടല്ല കൊണ്ടുപോയത്. ഇവരെ വിശ്വാസമാണ് ഇവർക്ക് ആദ്യം കൊടുത്തത്. വിശ്വാസമാണ് അവരുടെ തലയിൽ പിടിപ്പിച്ചത്. ആ സംഗതി പിടിച്ചതിന് ശേഷം ജിഹാദാണ് നമ്മളുടെ ലക്ഷ്യം, ഇതുപോലെ ഇസ്ലാമികമായിട്ട് ജീവിക്കണം എന്ന് ഒരു വലിയ ഒരു ലക്ഷ്യം അവരുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് പോയ ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകളെല്ലാം. ഇതാണ് സിനിമയിലേക്ക് വന്നപ്പോൾ പാളിപ്പോയത്. ഇനി ഇവിടെ അതിന് ഒരു ഉദാഹരണമായിക്കൊണ്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടേക്കൂ. നമ്മൾ മുന്നേ പ്ലേ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും പ്ലേ ചെയ്യാം, വേറെ ചിലവൊന്നുമില്ലല്ലോ. This is the story of some of the 60 Indians who joined the most brutal terror group the modern world has known. Why they chose to go, how they reached Afghanistan, and what happened to them in some of their own voices. ശ്രദ്ധിച്ചു കേട്ടോ. The reason we moved was to live an Islamic life. And The reason we moved is to live in a Islamic state. അല്ലാതെ ഇവരാരും കബളിപ്പിച്ച് കൊണ്ടുപോയതല്ല. ഇവർ വി മൂവ്ഡ് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക. under a caliphate. Under a Muslim rule. caliphate, Muslim rule. So, but once we reached there, many of our expectations were not met. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് അവിടെ ഉദ്ദേശിച്ച പോലെ വന്നില്ല എന്നാണ് പറയുന്നത്. എൻ്റെ എന്നല്ല.
അവരുടെ ആ എക്സ്പെക്റ്റേഷൻ എന്തെന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. അവർ പറഞ്ഞു വെക്കുന്ന ഇതാണ്, അതായത് 5 വക്ത് നിസ്കരിക്കുക, അതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ. അവരവിടെ കണ്ടത് എന്താണ്? ഈ തോന്നിയ പോലെ നടക്കുന്ന ഈ ജിഹാദി കാക്കാമാരെയാണ് അവിടെ കണ്ടത്, നിസ്കാരം പോലും ഇല്ലാതെ നടക്കുന്ന ആളുകൾ. കാരണം അവരുടെ മുന്നിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അത് ജിഹാദും മണ്ണാങ്കട്ടയും ആവുമ്പോൾ എവിടെ നിസ്കാരം? അവരുടെ മുന്നിൽ ഏത് നേരവും ഈ തോക്കും പിടിച്ച് നടക്കുന്ന ആളുകളാണ്. ഓക്കെ, ഇനി കാണാം. The widows and the orphans, they will be taken care of. And ഇതൊക്കെ ആരാന്ന് വല്ല പിടിയുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഈ സോണിയ സെബാസ്റ്റ്യനും അതുപോലുള്ള മറ്റാൾ നേരത്തെ നിന്ന് സംസാരിച്ചിരുന്നല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് ടെറർ അല്ല, ഇസ്ലാം എന്ന് പറയുന്നത് വയലൻസ് അല്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന ആളുകൾ പിന്നീട് കറങ്ങിത്തിരിഞ്ഞെത്തിയത് അവിടെ തന്നെയാണ്. അങ്ങനെ അവരുടെ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നിലവിളി തുടങ്ങിയപ്പോൾ ആ സമയത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ വീഡിയോ ആണിത്. ഇത് യൂട്യൂബിലൂടെയാണ് പുറത്ത് വന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, money will be provided for them. ഇത് പഞ്ചാബിയാണ്. ഓക്കെ, പാകിസ്ഥാനി. एक औरत थी, उन्होंने कहा इधर ने कहा सबको 5000 देनी है, आपका तो 5000 है, मेरे हाथ पे दिया। पाकिस्तान जाएगा उसके बाद जलालाबाद से कहाँ जाने के बाद पाकिस्तानी गर्ल नहीं अगर दूसरा खिलाफत की कोई अच्छा तरतीब होगा, सेफ के लिए किसी जगह हमें करेगा, फिर थोड़ा सेफ होगा, फिर वापस करेगा, ऐसे कुछ सोच के। എവിടുന്ന പോയെന്നൊന്ന് മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതെ, അവിടെ കാണാം കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ പോയിരിക്കുന്നത്. ആ പോയതിൻ്റെ വഴി മറന്നു പോകരുത്. ഇത് ഈ മാപ്പ് അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഈ മനോരമ വായിച്ചിട്ടുള്ള ആളുകൾക്കൊരു വീക്ക്നെസ്സാണ്. എന്നാലെങ്കിലും നിങ്ങളുടെ തലയിൽ വരും. കേരള സ്റ്റോറി എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെയാണ് ഈ പറയുന്നത്, കാണിക്കുന്നത്. ഓക്കെ, ഇനിയും കിടന്ന് നിലവിളിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. The Indians took 3 routes through the UAE, Oman and Iran to their final destination. The Afpak border in Momandara, Nangarhar province. കൊള്ളാം. ഇന്ത്യൻസ് ഇൻ ഇസ്ലാമിക് സ്റ്റേറ്റ്. ഒന്ന് അബ്ദുൾ റാഷിദ് അബ്ദുള്ള, കല്യാണം കഴിച്ചിരിക്കുന്നത് സോണിയ സെബാസ്റ്റ്യൻ, നമ്മളുടെ ആയിഷ. നേരത്തെ നിന്ന് സംസാരിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആള് സറണ്ടർ ചെയ്തു, എന്നിട്ടിരുന്ന് നിലവിളിക്കണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇവർ അബ്ദുൾ റാഷിദ് അബ്ദുള്ള ആയിരുന്നു ഇവിടുന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്ന ആൾ. 2011 ഇവർ കല്യാണം കഴിച്ചിട്ട് പോകുന്നത്. ഇത് പ്രണയമല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷേ പ്രണയത്തിൻ്റെ എലമെൻ്റ് ഇതിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയാം. പക്ഷേ അതിൻ്റെ പ്രൈം എയിം എന്ന് പറയുന്നത് അത് ഇസ്ലാമും ഇസ്ലാമികമായ ജീവിതം നയിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ഇസ്ലാമികമായ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിമായിട്ടുള്ളൊരു പുരുഷനെ കല്യാണം കഴിക്കുക എന്നതും കൂടിയാണ്. അതിനു വേണ്ടിയിട്ട് അവർ കല്യാണം കഴിക്കും. കാരണം എന്താണ്? നമ്മളെ വീടുകളിൽ അല്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ല. അതുതന്നെയാണ് അഖില ഹാദിയുടെ വിഷയത്തിലുണ്ടായത്. അശോകൻ ചേട്ടൻ അവിടെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് അഖിലയെ ബലം പ്രയോഗിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ഷെഫിൻ ജഹാനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ നിയമത്തിലെ ഒരു പ്രശ്നം. സത്യത്തിൽ അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അഖില വിഷയം ഇതുപോലെ കത്തിപ്പടരുന്ന ഒരു വിഷയമായിട്ട് മാറില്ലായിരുന്നു. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് പോലും ഇവിടെ കോയിൻ ചെയ്യപ്പെടില്ലായിരുന്നു. കാരണം ഇത് വന്നതും ഈ വാക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങി വന്നത് അത് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ, കേരളത്തിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ എങ്ങനെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഈ അഖില ഹാദിയ ഇതിനകത്ത് പെട്ടുപോയി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എടുക്കുന്നു. അപ്പോഴും അവിടെ പറയുന്നുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവർ മതം മാറിയിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിലെ നിയമം. മതം മാറിക്കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കാം. അല്ലാതെ കല്യാണം കഴിച്ചതിന് ശേഷം മതം മാറ്റുക, അതായത് ക്രിസ്ത്യാനി ആയിരിക്കെ നിങ്ങൾക്ക് ഒരു മുസ്ലിമിന് കല്യാണം കഴിക്കാൻ പറ്റുന്നത് പോലെ ജൂത സ്ത്രീ ആയിരിക്കെ, ജൂത വിശ്വാസി ആയിരിക്കെ, ജൂതമതത്തിലിരിക്കെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നത് പോലെ ഹിന്ദു മത വിശ്വാസിയായിരിക്കെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതേസമയം മതം മാറിയാൽ അവരെ കല്യാണം കഴിക്കാം. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് അതങ്ങനെ നടന്നത്. ഓക്കെ, I'm Sonia Sebastian. My husband. സോണിയ സെബാസ്റ്റ്യൻ. ഓക്കെ, മറന്നുകൊണ്ട്. His name is Abdul Rashid Abdullah. I have one daughter. Her name is. And I came to Khorasan in 2016. I had accompanied my husband, and
once we reached here, many things we saw were not up to our expectations. We came here expecting an Islamic life, to live under. വി കെയിം എന്നാണ് പറയുന്നത്. ഓക്കെ, ഹി ബ്രോട്ട് മീ എന്നല്ല, ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. വി കെയിം എക്സ്പെക്ടിങ് എൻ ഇസ്ലാമിക് ലൈഫ്. ഇതേ സോണിയ ആ പ്രസംഗത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ആ അറബി വാക്കുകൾ ഉപയോഗിക്കുന്നത്, ബഹ്റൈനിൽ ജനിച്ചു വളർന്നു എന്ന് പറയുന്നത്, ബഹ്റൈനാണോ ഖത്തറാണോ എന്തായാലും അങ്ങനെ ഒരു അറബ് രാഷ്ട്രത്തിൽ. അപ്പോൾ ആ ഒരു എക്സ്പോഷറും ആ ഒരു രീതിയിൽ അറബ് ഭാഷയോടുള്ള ഒരു ഒരു അടുപ്പവും അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. സോ ഷി വാസ് നോട്ട് റിയലി സ്ട്രിക്റ്റ്, ഷീ വാസ് ഇൻ ടു ദിസ് ഇസ്ലാം എന്ന് തന്നെയാണ് അവിടെ മനസ്സിലാക്കുക. ഓക്കെ, ഇത് സത്യത്തിൽ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇത് കൈവിട്ട് പോയി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷെ അപ്പോഴും ഈ സംഗതികൾ അവിടെ ഉണ്ട്. ഇതൊരു ഡ്രാമയായിട്ട് നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എലമെൻറ്റ്സ് എല്ലാം അതിനകത്തുണ്ട്. അത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നിങ്ങൾ എത്രയൊക്കെ ഇതിനെ കുറ്റം പറയാൻ വേണ്ടി ശ്രമിച്ചാലും ആ പ്രശ്നം അങ്ങ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സംഗതികളെല്ലാം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന സംഗതികളായതുകൊണ്ടാണ് നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, Islamic law, but many things were not up to our expectations, be it the salah in the masjid and different നിസ്കരിക്കുന്നില്ല. So this was kind of a disappointment, and so I'm assuming many people who want to come are coming with the same expectations, but that is not what the reality is. ഇനിയും ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇതേ എക്സ്പെക്റ്റേഷനുമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കല്ലേ മക്കളെ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇതേ സന്ദേശം ഇതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള പറച്ചിലാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്, ഇങ്ങോട്ട് വന്നേക്കരുത്. പക്ഷേ ഇങ്ങനെ ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുന്ന രീതിയാണോ നിങ്ങൾ സിനിമയിൽ പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്? ഈ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയിട്ട് 2019 20 ഇത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എത്ര പേര് കണ്ടിട്ടുണ്ട്? എത്ര പേര് കേരള സ്റ്റോറി കണ്ടു? അതുതന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം. ഒരു സിനിമ ആകുമ്പോൾ അതിനത് ചർച്ചയാകാനുള്ളൊരു വേദിയാക്കി മാറ്റുന്നു, ഒരു അവസരമാക്കി മാറ്റുന്നു. ഈ വീഡിയോ ഇറങ്ങിയിട്ട് ഇത് ഒരു പട്ടിക്കുഞ്ഞ് പോലും അധികം കണ്ടിട്ടില്ല എന്ന് വരുന്നിടത്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ചർച്ചയാകാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ അവർ ചേർക്കും. അതിൽ നിങ്ങൾ എടുക്കണോ വേണ്ടയോ, അതിൽ ശരി തെറ്റേത് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഒരു വിവേക ബുദ്ധിയും ഒരു വിവേചന അധികാരവും നിങ്ങൾ ഉപയോഗിച്ചിട്ട് വേണമല്ലോ ആ സംഗതി കാണാൻ. നമ്മൾ പറയുന്നു. ഇനി അതിൻ്റെ മറ്റേ കാലിഫേറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എങ്ങനെയാണ് ആ സിനിമ ഇതിനേക്കാൾ മികച്ചതാവുന്നത് എന്നുള്ളത്. So I would suggest everybody to rethink their decision. കേട്ടല്ലോ, എവരിബഡി ഷുഡ് റീതിങ്ക് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും കാക്കാമാർ, പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും ഇതുപോലെ പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ റീതിങ്ക്. ആ കുട്ടിയുടെ മുഖം നിങ്ങളൊന്ന് ആലോചിച്ചു, അവിടെ ബ്ലർ ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആ കുട്ടി എന്ത് പഠിച്ചു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നല്ല ഈ പ്രായത്തിലുള്ള നമ്മൾ പണ്ട് അസ്കർ അലി പറഞ്ഞു, ഞാനിവിടെ എൻ്റെ കൂടെ പഠിച്ച് വളർന്ന എൻ്റെ കൂട്ടുകാരൻ അവനവിടെ MA BEd പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ആയിഷ കല്യാണത്തിന് പൊട്ടിയടിക്കുന്ന തിരക്കിലായിരുന്നു എന്ന് അസ്കർ അലി പറയുന്ന പോലെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ നമ്മളുടെ നാട്ടിൽ സ്കൂളിൽ പോയി പഠിച്ച് കളിച്ച് ചിരിച്ച് അവിടെ ആഘോഷമാക്കുന്ന സമയത്ത് അവരുടെ ജീവിതം അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഘട്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ കുട്ടിക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവിടെ വകുപ്പില്ലാതെ അവിടെ പട്ടിണി കിടക്കേണ്ട ഗതികേടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് പഠിച്ചു ആ കുട്ടി. അപ്പോൾ നമ്മൾ എന്തിന് ഈ ഇസ്ലാമിക തീവ്രവാദത്തെയും ഈ ഭീകരവാദത്തെയും അതിനെ പറ്റുന്നിടത്തെല്ലാം ഇതുപോലെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 100% മനുഷ്യരെയും ഇന്ന് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. 100%. അത് കുട്ടിയെന്നോ മുട്ടിയെന്നോ വ്യത്യാസമില്ല. ഈ മനുഷ്യരെ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് തന്നെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. അതിൽ എല്ലാം പെടും, ഇൻക്ലൂഡിങ് ക്ലൈമറ്റ് ചേഞ്ചിന് പോലും വഴിവെക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതാണ് കാണുന്നത്. ഓക്കെ, ആ തല കുനിച്ചുള്ള ഇരിപ്പ് അത് തന്നെയാണ് ഈ സിനിമയിലും നമ്മൾ കാണാൻ ശ്രമിച്ചത്. ഞാൻ കാണാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അതെനിക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം ആരും ഇങ്ങോട്ട് വരരുത്, ഇതല്ല നിങ്ങൾ ഉദ്ദേശിച്ച സംഗതിയല്ല ഇവിടെ, ഇത് ഒരു കുഴപ്പം പിടിച്ച സംഗതിയാണ് എന്ന് പറയാൻ വേണ്ടി ഉള്ള ശ്രമം അതുതന്നെയാണ് സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടോ ഭൂരിപക്ഷം ആളുകൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റാത്ത ആളുകൾ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു വീഡിയോ അങ്ങനെ സിനിമാറ്റിക് ക്വാളിറ്റി ഒന്നുമുള്ള ഒരു സംഗതിയൊന്നുമല്ല. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ സബ് ടൈറ്റിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് കേൾക്കാം.
അങ്ങനെയെങ്കിലും നിങ്ങൾ ഈ വിഷയത്തിൻ്റെ കാതലായ പ്രശ്നം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ഇവിടെ ഒന്ന് വെക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ആ ചോദ്യം വരികയാണ്, എന്തിനു വേണ്ടി ലവ് ജിഹാദ് അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി ഇത് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ആകത്തുക അത് ഈ പറയുന്ന സലഫി ദഅവ ഇൻഫ്ലുവൻസ്, അത് ഈ സിനിമയിൽ ഞാൻ പറഞ്ഞു, സലഫി സെൻറ്റർ, അതിനെക്കുറിച്ച് പല തവണയായിട്ട് അവിടെ പരാമർശം നടത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇത് കേരളത്തിലുള്ള സംഗതിയാണ്, ലോകത്തുള്ള സംഗതിയാണ്, എല്ലാ ഇടങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇതിനെ നിരോധിക്കണം, ഇതിനെ ഇതുപോലെ കൂച്ചുവേലം കടങ്ങണം എന്നൊക്കെ ഉള്ള ആ വാദങ്ങൾ വരുന്ന സമയത്ത് അന്ന് ഹൈക്കോർട്ട് നിരീക്ഷിച്ച കാര്യം തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. കേരള സ്റ്റോറി ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഇസ്ലാം ബട്ട് ഐസിസ് എന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നത് കേരള സ്റ്റോറി ഈസ് നോട്ട് അഗെയിൻസ്റ്റ് മുസ്ലിംസ്, ഇറ്റ് ഈസ് അബൌട്ട് ഐസിസ് ആൻഡ് ഇസ്ലാമിക് ടെററിസം. അതിനെക്കുറിച്ച് പറയുമ്പോൾ അതെന്തിനാണ്, അത് മുസ്ലിങ്ങൾക്കെതിരെയാണ്, ഇസ്ലാമോഫോബിയാണ്, മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കും, സംഘീയുടെ പ്രൊപ്പഗൻഡയാണ്, ആനാചാന എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഇടങ്കോലിടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ഇസ്ലാമിക് ടെററിസത്തിനെ കുറിച്ചാണ്, ഇത് ഐസിസിനെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ കഴിയാത്തത് എന്നാണ് എനിക്കിപ്പോഴും ചോദിച്ചിട്ട് മനസ്സിലാവാത്തത്. ഇനി ഇതുപോലെ കാണേണ്ടതിൻ്റെ മറ്റു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ പറഞ്ഞ ഈ കേരള റിയലിസം കാണുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല, പ്രധാനമായിട്ടും അതിനകത്ത് ഇസ്ലാം അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മളിവിടെ ഇസ്ലാമിൻ്റെ വിമർശനം എന്ന രീതിയിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിൻ്റെ വെളിയിലുള്ള ആളുകൾ, അവർ പറയുന്നൊരു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ പറയുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ അറിയണത് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നിരന്തരം കാണുന്ന ആളുകളാണ് നമ്മൾ. അതുതന്നെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചും പറയാനുള്ളത്. ഈ സിനിമയും നിങ്ങൾ കാണാത്ത ചില സംഗതികൾ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഈ ജിഹാദ് എന്ന് പറയുന്ന വിഷയം അതെങ്ങനെയാണ് ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ജിഹാദിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സാധാരണ ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അവരെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 80% അല്ലെങ്കിൽ ഒരു 85% ആളുകൾക്കും അറിയാത്ത സാധനമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള ഉമ്മമാർ അല്ലെങ്കിൽ വല്യാപ്പമാരോടൊക്കെ ചോദിക്കുക, ബാപ്പ വല്യാപ്പ എന്താണ് ജിഹാദ് എന്ന് ചോദിച്ചാൽ ജിഹാദോ അതെന്തോട്ടാന്ന് ചോദിക്കും, ഇത്രയേ ഉള്ളൂ, അവർക്കറിയില്ല. അതേസമയം ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല തട്ടുണ്ട്, പല ഘട്ടമുണ്ട്. അതിലേറ്റവും മികച്ച ജിഹാദ് അത് വാളുകൊണ്ടുള്ള ജിഹാദാണ് എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഇതാണ് ജിഹാദിനെക്കുറിച്ച് അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം. ഭൂരിപക്ഷം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. മുസ്ലിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഗുരുതരാണ് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ. ഇതിനെ വിമർശിക്കുന്ന ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ, പിണറായി വിജയനൊക്കെ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് സഹതാപം തോന്നുകയാണ്. കാരണം എന്താണ്, ഈ പറയുന്ന വിഷയം അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സിനിമ കണ്ടിട്ടെങ്കിലും പഠിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അതിന് നിങ്ങൾ കേരള സ്റ്റോറി തന്നെ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് എന്തോരം സ്റ്റോറികൾ വേറെ ഉണ്ട്, അതെങ്കിലും കണ്ടുകൂടെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കേരള സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾ ജിഹാദ് കാണുന്നതിനേക്കാളും നല്ലത് വേറെ ചില സംഗതികൾ കാണുന്നതിനായിരിക്കും. പക്ഷേ ഇതിവിടെ ഉള്ളപ്പോൾ അത് കാണാൻ ശ്രമിക്കുന്ന ഒരാളെ കാണരുത് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാവും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക്, അവരിൽ വലിയ ഭൂരിപക്ഷം ആളുകൾക്കും ഇത് അറിയില്ല എന്താണ്. എന്നാൽ 100% ആളുകളെയും മനുഷ്യന്മാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം എന്താണ്, ഇന്ന് അത് എത്രത്തോളം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരാൾക്കൂട്ടത്തിൽ ഇറങ്ങി നിന്നിട്ട് ഒന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ മതി, ജീവനും കൊണ്ടോടും ആളുകൾ. തമാശയായിട്ട് നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടിയുടെ പേര് അല്ലാഹു അക്ബർ എന്നിടുക, എന്നിട്ട് അവനെ എവിടെയെങ്കിലും കാണാതെ പോകുമ്പോൾ വല്ല മാളിലോ വല്ല എയർപോർട്ടിലേക്ക് ഇറങ്ങി മോനെ അല്ലാഹു അക്ബർ എന്നൊന്ന് വിളിച്ചാൽ മതി, അവിടെ സൈറൺ മുഴങ്ങും, നാട്ടുകാർ മുഴുവൻ ചിഹ്നം ഭിന്നം അവിടെ ഓടി ഒളിക്കും. ഇതാണ് ഉണ്ടാവുക. അപ്പോൾ പേരിടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആവേശം മൂത്തിട്ട് അല്ലാഹു അക്ബർ എന്നൊന്നും പേരിട്ടേക്കരുത് എന്നൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അത്രയ്ക്കും നോർമലൈസ് ചെയ്യപ്പെട്ട സാധനമായി മാറിയിരിക്കുന്നു ഈ ഇസ്ലാമിക തീവ്രവാദം. ആളുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഇരകളായി അവർ ചെറിയ തോതിലോ വലിയ തോതിലോ അവർ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത്. ഏത് കോണിൽ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് അവിടെ കാണാം. ഇൻക്ലൂഡിങ് നമ്മുടെ നേപ്പാളിൽ പോലും അത് കാണുന്നെന്ന് പറയും. എന്തുകൊണ്ട് നേപ്പാൾ? ബാക്കിയുള്ള സ്ഥലമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം നേപ്പാളിലും ഇപ്പോൾ അവിടെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സംഘികളും ഇപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. എന്താ കാരണം? ഈ
ഇതേ കാക്കാമാർ തന്നെയാണ് അവിടെയും അതിന് ദിസ് പാർട്ട് ഓഫ് ദ ഫീച്ചർ ഫിലിം ആയി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഈ സംഗതി നിങ്ങൾക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേരള സ്റ്റോറി ബന്ധായി അത് പോരാ എന്നാണ് നിങ്ങൾക്ക് അഭിപ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സാധനം, അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ചീരണി തിന്നിട്ട് പോയാൽ മതി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ട്രോമ ഉണ്ടാകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ണടച്ചിരുന്നോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. Help me, help me, help me, help me, help me. I don't know what to do. Help me get away from Dolores. You've just got to help me. I got a phone call yesterday from ആ ചങ്ങാതിയാണ് ഇതിനകത്ത് I hadn't heard the from Wapim. her since she ran off to Syria. She said they're preparing an attack on Sweden. نعم مجاهدنا بالسويد يلا. بيشغل وبيجي مع الناس ديالنا. Are you Muslim? Absolutely. I mean, a believer. Yeah. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോൾ അമുസ്ലിമായിട്ടുള്ള ആളുകളെ, സ്ത്രീകളെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്നിട്ട് അവരെ ജിഹാദിനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഈ സിനിമയിൽ മുസ്ലിമായിട്ട് ജനിച്ചു വളർന്ന ആളുകൾ ഇസ്ലാമിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു ഫാമിലിയിൽ ഉള്ള മുസ്ലിമായിട്ടുള്ള പെൺകുട്ടികൾ, അവർ ഇസ്ലാമിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുന്നതും എന്നിട്ട് അവർ ജിഹാദി മേഖലയിലേക്ക് പോകുന്നതുമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞതിലൊരു ചോദ്യം അതായിരുന്നു. മുസ്ലിമായിട്ടുള്ള സ്ത്രീകൾ അവർ ജിഹാദിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ പോകാൻ വേണ്ടി അവർ ഒരു പുരുഷനെ കണ്ടെത്തി കല്യാണം കഴിച്ച് പോകുന്ന രീതി അതിവിടെ കാണാം. ഇവരും അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ ആദ്യം തന്നെ കല്യാണം കഴിക്കാനൊക്കെ ഉള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇതിനൊരു സ്പോയിലർ ആവുന്നില്ല. എന്തായാലും ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു ഐഡിയ കിട്ടും. അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടിയും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇത് രണ്ടും കൂടി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം എന്ന് പറയുന്നത്, കേരള സ്റ്റോറി കാണുമ്പോൾ ഈ ജിഹാദി മേഖലയിലൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളിലൊക്കെ പെട്ടുപോകുന്ന ആളുകളോട് നമുക്കൊരു സഹതാപമാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ, ഈ കാലിഫേറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു മുസ്ലിമായിട്ടുള്ള ഒരാളെ എങ്ങനെ വിശ്വസിക്കുമെന്നുള്ള ചിന്തയാണ് ബലപ്പെടുക. ഇതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. കുറച്ചും കൂടിയും മുസ്ലിമിനോട് ചേർന്ന് നിന്നുകൊണ്ട് കഥ പറയാൻ വേണ്ടി ശ്രമിച്ചൊരു കഥ, അത് കേരള സ്റ്റോറി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാലിഫേറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിക്രൂരമായിട്ടാണ് മുസ്ലിമിനെ അവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നു. കാരണം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണത്. കുറച്ചും കൂടി ഒരു അനുഭാവം, ഒരു എന്താ പറയുക, ഒരു റിമോഴ്സ് തോന്നുന്നതിനുള്ള ഒരു സാഹചര്യം, അതൊക്കെ കേരള സ്റ്റോറിയിലാണ് കുറച്ചെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചത്, മറ്റേതിലല്ല എന്നതാണ്. കാരണം കേരള സ്റ്റോറിയിൽ ഒരു കഥാപാത്രത്തെയാണ് അവിടെ മൊത്തം സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ കാലിഫേറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വശത്ത് ഒരു കഥാപാത്രം ഇതുപോലെ റിമോഴ്സ് ഉള്ള ഒരു കഥാപാത്രം ഉണ്ടെങ്കിലും, മറ്റൊരു വശത്ത് ഒരു തരത്തിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കാതെ ദൃഢനിശ്ചയത്തോടു കൂടി അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളെയാണ്, അത് മുസ്ലിമായിട്ടുള്ള ഒരു പെൺകുട്ടികളെയാണ് അവിടെ കാണിക്കുന്നത്. അത് രണ്ടും പാരലായിട്ട് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത് ശരിക്കും കുറച്ചും കൂടിയും ഭീകരമായിട്ട് തന്നെയാണ് അവർ അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. You must get me out of here. I can't let my baby live here anymore. We're going to die. You have to work for me. You're saying you want me to spy for you? I need something to work with. Are you talking to the police in Sweden? How much do they know? ഇത് നെറ്റ്ഫ്ലിക്സിലെ സീരീസാണ്, സിനിമയല്ല. ഓക്കെ, അത് ചോദിക്കുന്നുണ്ട്. Listen, this Raqqa thing is fake. They fooled us. These things happen. Everything she's told me is true. I'm sure of it. I'm going to die. I'm going to die. കാലിഫേറ്റ്. അപ്പോൾ കേരള സ്റ്റോറി കാണുമ്പോൾ വല്ലാതെ ചൊറിഞ്ഞു പൊട്ടുക, ഇത് മുസ്ലിം വിരുദ്ധമാണ്, അതുപോലെ സംഘികളുടെ അജണ്ടയാണ് എന്നൊക്കെ കലശലായിട്ടുള്ള വാദമുള്ള ആളുകൾ
ദയവായിട്ട് ഈ സിനിമ അല്ലെങ്കിൽ ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് ഞാനൊന്നിവിടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടിന് ചെറിയൊരു അയവ് ഉണ്ടാവുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഇസ്ലാമോഫോബിയയും അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ, സംഖ്യയെ പേടിക്കാതെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭീകരമായ, മുസ്ലിമിനെ കണ്ടാൽ ഒരാളെ പോലും വിശ്വസിക്കാൻ പോലും കൊള്ളില്ല എന്ന തരത്തിൽ പോലും തോന്നാവുന്ന ഒരു വളരെ മികച്ച ഒരു സീരീസ് നിങ്ങൾക്ക് കാണാം എന്നാണ് എനിക്കിവിടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇന്നിപ്പോൾ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ വിഷയം ഇതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ കാണാത്ത ആളുകൾ കാണണം. ഇത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കാണണം. ഇത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് കാണണം. എന്താണ് ജിഹാദ് എന്നും എങ്ങനെയാണ് ഇസ്ലാമിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രണയത്തിൽ പോലും മതം കലർത്തിക്കൊണ്ട് ഈ പ്രണയത്തെ ഒരു മതപരിവർത്തനത്തിനുള്ള ഒരു മേഖലയാക്കി മാറ്റി അതിനകത്ത് ദുഷ്പേരുണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ കമല സുരയ്യയുടെയൊക്കെ വിഷയമടക്കം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കാക്കാമാർക്ക് ഇതിൽ നിന്ന് കൈ കഴുകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും അതുപോലെയുള്ള ആളുകളൊക്കെ ഇതിനകത്തൊരു വാദം വെക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അവർ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ധാർമ്മിക അവകാശം നിങ്ങൾക്കില്ലാതെ പോകുന്നു. അതുതന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ചെറിപ്പിക്ക് ചെയ്യാൻ പോലും ഒരു സാഹചര്യം ഇവിടെ ഇല്ലാതിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയൊക്കെ നമ്മൾ നിൽക്കുമായിരുന്നു. പക്ഷേ ഇതല്ല. നിങ്ങളെ സംശയത്തിന് ഒരു കണിക അതുപോലും നിങ്ങൾക്ക് വെച്ച് തരാൻ പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് നൊട്ടോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് ഇവിടെ കാക്കാമാർ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ വെറുതെ കിടന്നിട്ട് എന്താ പറയുക, ഇത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടോ, സംഘീയ അജണ്ട എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടോ, പ്രൊപ്പഗൻഡ മൂവി എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. സിനിമ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അത് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരിക. ഇത് മിക്സപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു പ്രശ്നവും, അതുപോലെ നിങ്ങൾ പറയുന്നതിനകത്തുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള എറേഴ്സും അവിടെ വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ട്രൂ ഇവൻ്റ് ആണെന്ന് പറയാതിരിക്കുക, നിങ്ങളുടെ ഒരു ഡ്രാമയാണ് എന്ന കൃത്യമായ പറച്ചിലിൽ അത് മുന്നോട്ട് പോവുക, കഥ പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ പറ്റുന്ന ആളുകൾ ഈ കാലിഫേറ്റ് പോലെയൊക്കെയുള്ള സീരീസ് കണ്ടിട്ടെങ്കിലും ഈ വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ കാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവി വന്നപ്പോഴാണ്. കുറേ ആളുകൾ എനിക്ക് അയച്ചു തന്നു, ഇങ്ങനെ ഒരു സാധനമുണ്ട്, കണ്ടു നോക്കും. ഞാൻ കണ്ടു നോക്കി. അപ്പോഴാണ് എനിക്ക് കാര്യം ഇത് കൂടുതൽ ക്ലാരിറ്റി വരുന്നത്. കാരണം നമ്മളും കേട്ട് വളർന്ന അല്ലെങ്കിൽ ഇതുപോലെ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം അത് പിക്ചറൈസ് ചെയ്ത് കാണാൻ കഴിയുക എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെയാണ്. അത് നമുക്ക് കാണാൻ സാധിച്ചു എന്നിടത്താണ് ഇതിൻ്റെ ഇതുപോലെയുള്ള സിനിമകൾ കൊണ്ടും ഇതുപോലെ ചർച്ചയാകുന്നു എന്നുള്ളത് കൊണ്ട് ഇതുപോലെയുള്ള സിനിമകൾക്ക് വീണ്ടും പ്രാധാന്യം വർദ്ധിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തു തന്നെയായാലും, അതിനിപ്പോൾ ഹിറ്റ്ലറെക്കുറിച്ചുള്ള സിനിമയായാലും സവർക്കറെക്കുറിച്ച് അത് വന്നിട്ടുണ്ട്, ആരും കണ്ടില്ല, പൊളിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നു, പോട്ടെ. എന്നാൽ പോലും ഏത് സിനിമയായാലും അത് കാണാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. അതിന് നമ്മൾ ചെല്ലുക, അത് കാണുക. എല്ലാത്തിനും ഉപരി ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നത് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഈ സിനിമ ഒരു വഴി വെക്കുമെങ്കിൽ അത് ആ വഴി നമ്മൾ വെട്ടി തുറന്ന് ഇടുക തന്നെയാണ് വേണ്ടത്. അത് അടയ്ക്കുന്ന രീതിയിൽ ഇവിടുത്തെ സമൂഹം മാറണമെന്നും അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാകണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നിൽക്കരുത്, വഴിമുടക്കികളാകരുത് എന്നാണ് പറയാനുള്ളത്. ഇവിടെ കാണുന്നത് അതല്ല. ഇത് പറയാനേ പാടില്ല, ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇത് മുസ്ലിങ്ങളെ കരിവാരി തേക്കുന്നതാണ് എന്ന രീതിയിൽ പറയുമ്പോൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ ഈ ജിഹാദികളുടെ അജണ്ടാസ് അത് സത്യത്തിൽ ഇവിടെ നടപ്പിലാകുന്നതിനുള്ള വഴിയാണ് കൂടുതൽ ഇവിടെ സംജാതമാകുന്നത് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, അങ്ങനെ വന്നാൽ ഇവിടെ സംഘികൾ, ഇവിടുത്തെ വലതുപക്ഷം കൂടുതൽ ശക്തിപ്പെടും. നിങ്ങൾ കൂടുതൽ അതിൻ്റെ ഗൗരവമായിട്ടുള്ള രൂപങ്ങൾ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അത്ര നല്ല സംഭവമായിരിക്കില്ല. കാരണം ആഗോളതലത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നാസിസവും അതുപോലെ ഫാഷിസവും ഒക്കെ ഉയർന്നു വരുന്ന രീതിയിൽ ഉള്ള നീക്കങ്ങളാണ് പലയിടത്തും കാണുന്നത്. അതിന് ഫലപ്രദമായിട്ട് അവിടെ നീക്കങ്ങൾ നടത്തി അതിനെ തടയിടാൻ ശ്രമിക്കുന്നത് ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ അത് വലതുപക്ഷം പറഞ്ഞു, സംഘികൾ പറഞ്ഞതുകൊണ്ട് നമ്മളത് പറയരുത് എന്നുള്ള നിലപാട് അല്ല അവരവിടെ എടുത്തത്. അവർ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ അത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസ് മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ വിട്ടുനിന്ന ഇലക്ഷനിൽ ചില ബില്ലുകൾ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട്
ഈ വലതുപക്ഷത്തിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് മാക്രോൺ ചില ബില്ലുകൾ പോലും പാസ്സാക്കിയത് എന്ന് വരുന്നിടത്താണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം അത് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കേരളത്തിലും ഇന്ത്യയിലും അത് ആ രീതിയിൽ വരണം. അതിന് മാത്രമുള്ളൊരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പകരം എന്തും ഏതും ഒരു പൊളിറ്റിക്കൽ ഒരു ഗെയിനിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ എടുക്കുന്നില്ല എന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം തന്നെയാണ് കൂടുതൽ ദുരിതത്തിലാക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇത് ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഇത് വല്ലാതെ പിണക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ മുഴുവൻ തിരിയും എന്നുള്ളൊരു സംഗതി കൊണ്ട് പിണറായി വിജയനും കൂട്ടരും എന്തോ ഭാഗ്യത്തിന് വലിയ തോതിൽ വായ തുറക്കുന്നത് കാണുന്നില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ മാഷൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. അത് ആ രീതിയിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി, എന്നും ഇലക്ഷൻ ആയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയാം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇപ്പോൾ തന്നെ 300 പേര് 400 പേര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 200K ആയി മാറും. അത് വലിയ അടുത്തൊരു മൈൽ സ്റ്റോൺ ആണ്. വലിയ ആഘോഷമൊന്നുമില്ല. ആഘോഷം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. അതുകൂടാതെ നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബൈ മീ എ കോഫിയും അതുപോലെയുള്ള കാര്യങ്ങൾ കാപ്പി കുടിച്ചിട്ട് കുറച്ച് നാളായി. ആർക്കെങ്കിലുമൊക്കെ ഡൊണേഷൻസ് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ നമ്മളുടെ അടുത്ത ലൈവുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കാം. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക എന്നും ഒന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് ഇവിടെ ഞാൻ നിർത്തുന്നു. നമ്മൾ ഈ ലൈവിൽ സജീവമായിരുന്ന എല്ലാ ആളുകൾക്കും വളരെ നന്ദി. സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട അഡ്മിൻസിന് വലിയ നന്ദി. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ ലൈവ് ചാറ്റ്സും അതുപോലെ ഇതിനകത്തുള്ള ഡൊണേഷൻസും സ്റ്റിക്കേഴ്സ് വഴിയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വലിയ നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിയും തുടരാൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കുന്നു. ധൈര്യപൂർവ്വം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വരാമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ മറ്റൊരു ദിവസം ചെയ്യാം. ചില യാത്രകൾ വരുന്നുണ്ട്. എന്തായാലും പറ്റുന്ന പോലെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.